അയാള് യുവത്വ പ്രായത്തില്, അയാള് നല്ല യൗവന പ്രായത്തില് ബാല്യക്കാർത്തി മോള് തഹജ്ജുദ് നിസ്കരിക്കുന്നത് അപരൂപമല്ലേ? ബാല്യക്കാർത്തി മോള് 5 നേരം നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നത് ഭയങ്കര അത്ഭുതമല്ലേ? അങ്ങനെ എങ്ങാനും ചെയ്യുന്ന പെണ്ണാണെങ്കിൽ, മര്യാദയോടെ ജീവിക്കുന്ന പെണ്ണാണെങ്കിൽ, ലജ്ജയോടെ നാണത്തോടെ ചങ്കിയോടെ വരുന്ന പെണ്ണാണെങ്കിൽ, അല്ലാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച പെണ്ണാണെങ്കിൽ, അവൾക്ക് നാളെ പരലോകത്ത് അർശിന്റെ തണലുണ്ട്. മുസ്തഫായ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങളുടെ കാലത്ത് ഒരു സഹാബിയെ വിളിച്ചിട്ട് നബി തങ്ങൾ പറയുകയാണ്, ഇന്നാലിന്ന സ്ഥലത്ത് പോയിട്ട് ഒരു വസ്തുവിനെ കൊണ്ടുവരണം, ഒരു സാധനം കൊണ്ടുവരണം. ചരിത്രം നീട്ടി പറയുന്നില്ല, ചരിത്രം പറയേണ്ട സമയവുമല്ല. വിഷയത്തിന്റെ ഇടയ്ക്ക് 1-2 കാര്യം പറയട്ടെ, ചുരുക്കി പറയട്ടെ, ചുട്ടുക്കാക്കി പറയട്ടെ. ഹബീബായ നബി തങ്ങൾ ഒരു സഹാബിയെ വിളിക്കുന്നു. എന്നിട്ട് അയാളോട് പറഞ്ഞു, ഇന്നാലിന്ന സ്ഥലത്ത് പോയിട്ട് ഒരു വസ്തു കൊണ്ടുവരണേ. ഒരു വസ്തു കൊണ്ടുവരാൻ, ഒരു കാര്യം സാധിപ്പിച്ചു തരാൻ അയാളെ പറഞ്ഞേക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ചെറുപ്പക്കാരനായ അംഗമനായ ആ ബാല്യക്കാരൻ, ആ സഹാബി അതാ നടന്നു പോവുകയാണ്. ഹബീബായ നബി തങ്ങളെ ഉപദേശം മാനിച്ച് കൽപ്പന സ്വീകരിച്ചുകൊണ്ട് ആ സഹാബി അങ്ങനെ നടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ അതാ ഒരു വീടിന്റെ കുളിമറയിൽ ഒരു പെണ്ണ് കുളിക്കുന്നുണ്ട്. ഒരു പെണ്ണാണ് ഒരാള് കുളിക്കുന്നുണ്ട്. പെണ്ണാണ് എന്നറിയില്ലായിരുന്നു, പെണ്ണാണോ ആണാണോ എന്നറിയുന്നില്ല. ഒരു കുളിമറന്റെ ഉള്ളിൽ കുളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഇന്നത്തെ പോലത്തെ വീടല്ല പണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, കോൺക്രീറ്റ് ബിൽഡിംഗ് അല്ല, ഓലമേഞ്ഞ വീട്, ഈത്തപ്പന മട്ടല കൊണ്ട്, ഈത്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ വീട്, പുല്ലുമേഞ്ഞ വീട്. പലരും വിരിക്കുന്നത്, പലരും വെളിക്കിരിക്കുന്നത്, മറക്കിരിക്കുന്നത്, മൂത്രിക്കാനും കാട്ടിക്കാനും കുളിക്കാനും ഇരിക്കുന്നത് പോരന്റെ ഔട്ട് സൈഡിലാണ്, പുറത്താണ്. ചെറിയ ചറ്റെല്ലാം കെട്ടിയിട്ട് പണ്ടങ്ങനല്ലേ? അല്ലേ 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 നിങ്ങളെ അങ്ങനെയായിരുന്നു. അതപ്പോ ഇന്ന് ഞമ്മ കണ്ട കാലത്ത്, നിങ്ങൾ കണ്ട കാലത്ത് തന്നെ അങ്ങനെ ആണെങ്കിൽ പിന്നെ 1400 ആണ്ട് മുന്നത്തെ കാലം എങ്ങനെ ഉണ്ടാവും? കുറച്ചെല്ലാം ഇമ്പ്രൂവ്മെന്റ് ആയ, ഡെവലപ്മെന്റ് ആയ കാലാണ് നിങ്ങളെ കാലം. ഞങ്ങളെ കാലം ഇനി ചെല്ലേ വേണ്ട. ഇപ്പൊ നടന്നിട്ടും ഇരുന്നിട്ടെല്ലാം വിത്ത് തന്നെ തൂർന്ന് തന്നെ. ഇപ്പൊ ഊടെ തൂറാൻ തുടങ്ങിയെങ്കിൽ സ്റ്റേറ്റ് ബാങ്കിൽ അടിക്കാൻ പറ്റും. അങ്ങത്തെല്ലാം ടോയ്ലറ്റ് കക്കൂസെല്ലാം വന്നേ. ഓരോരു കക്കൂസെല്ലാം കണ്ടെങ്കിലേ ബീത്തനെ മനസ്സിലാകുന്നില്ല. മുഞ്ഞാന്നൊരു പരകുടിക്ക് പോയി ഒരാൾ വിളിച്ചിട്ട്. അങ്ങനെ പരകുടിക്ക് പോയി നല്ല ഫുഡെല്ലാം ആക്കി, അൽഹംദുലില്ലാ സന്തോഷമായി. അപ്പോൾ അയാൾ ചെല്ലു ദിവസം ഒന്ന് ഉള്ളെല്ലാം ഒന്ന് നോക്കിയിട്ട് വരല്ലേ എന്ന് ഞാൻ പറഞ്ഞു. വേണ്ട, അവിടെ ഫുള്ള് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടല്ലേ, വേണ്ടാല്ലേ. അവൾ വേണ്ട അവസ്ഥ നോക്കാം. പിന്നെ അയാളൊരു ആശയല്ലേ പോയി. അങ്ങനെ പോയി എല്ലാം കാണിച്ച് ഇയാൾ ആ ബാത്റൂമും അറ്റാച്ചഡും യൂറോപ്യനും ഇന്ത്യനും ലണ്ടനും എല്ലാം കാട്ടി. ആ റഹ്മാനെ, ഇയാളെ റൂമിൻ്റെ ഉള്ളിലെല്ലാം ഉള്ള ഓരോരു ടോയ്ലറ്റ് ബാത്റൂം എല്ലാം കണ്ടുപിട്ടല്ലേ. അവൻ തൂറാൻ പൊടിച്ചിട്ട് മുട്ടിയോനെ എങ്ങോന്ന് തൂറാല. അങ്ങനെ ഉണ്ടല്ലേ അത്? എന്ത് ചന്ത, എന്ത് സ്റ്റൈല്! അവൻ ദയിച്ചോൻ വിചാരിക്കും ഞാൻ തൂറിയിട്ട് ഇവിടെ കാക്കണ ഇക്കട്ടങ്ങനെ മേന്ന് അങ്ങത്തത്. അപ്പൊ അന്ന് നിങ്ങൊന്ന് ആലോചിച്ച് നോക്കി. ആ സഹാബിയിലെ പോകുമ്പോ ഒരാൾ കുളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഇയാൾ നബി തങ്ങളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോന്നെയാണ്. അയാൾ കുളിക്കുന്ന സൗണ്ട് കേട്ടപ്പോ ജസ്റ്റ് ഒന്ന് എത്തി നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, കുളിക്കുന്നത് ഒരു പെണ്ണാണ്. ഇയാള് കുളിസീനെ കാണാൻ വേണ്ടി നോക്കിയതല്ല, പെണ്ണ് കുളിക്കുന്നു എന്നറിഞ്ഞിട്ട് നോക്കിയതല്ല. ഇയാള് ഞങ്ങളെ പോലത്തെ ഞരമ്പ് രോഗിയല്ല, കാമഭ്രാന്തനല്ല, കണ്ണ് അങ്ങനെ പിന്നെ കള്ള കണ്ണിട്ടുമായി നടക്കുന്ന മനുഷ്യനല്ല. നല്ല മനുഷ്യനാണ്, യുവാവാണ്, ബാല്യക്കാരനാണ്, ഹബീബായ നബി തങ്ങളെ സന്തത സഹചാരിയാണ്, ചുറുചുറുക്കുള്ള യുവാവാണ്, എല്ലാത്തിനും ഫ്രണ്ടിലാണ്, നല്ല കാര്യത്തില് മുന്നിലാണ്. നിങ്ങളെ പോലെ അയാളെപ്പോഴും എതിർലിക്കോ. അയാൾ ഇത് കണ്ടിട്ടാകുമ്പോ അയാൾക്ക് ബേജാറായി. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇങ്ങനെ കൗത്ത് നീട്ടിയിട്ടാകുമ്പല്ലേ ഇത് കണ്ടത്, ഞാനൊന്ന് എത്തി നോക്കിയപ്പോഴല്ലേ കണ്ടത്, എനിക്കത് നോക്കേണ്ടതില്ലായിരുന്നു. ഞാനങ്ങനെ കുളിസീന് കാണുന്നയാളല്ല, ഞാനങ്ങനെ സൂസൂന്ന് വിളിക്കുന്നയാളല്ല, ഞാനങ്ങനെ കമന്റ് അടിക്കുന്നയാളല്ല. സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. അയാളാകെ പേടിച്ചു പോയി. ഞമ്മ എന്താ കെട്ടി, ഞമ്മ ഫസ്റ്റ് വിളിച്ചിട്ടേ കേക്കട്ടി ആര് വിളിച്ചോണ്ടുള്ളോന്ന്. സൽമാ മുനീറ, സൽമാൻ ചെന്നെങ്കിൽ പിന്നെ ചെല്ലേ വേണ്ട, നാണും പറഞ്ഞാന്ന് കേക്കട്ടി കുളിക്കോ.
ഞങ്ങൾക്ക് എന്ത് ഈമാന്? ഞങ്ങൾക്ക് വയല് പറയാനാണ് ഈമാന്. വയല് പറയും ഭയങ്കര കേൾക്കാനും അങ്ങനെ. ഞങ്ങളെല്ലാവരും അങ്ങനെ വയല് വെക്കാൻ ജിഗറ്. 5 വേല മയ്യാവല 10 വേണോ ആർക്ക്? ഞങ്ങളും അങ്ങനെ വയല് ചൊല്ല ഭയങ്കര ഉഷാറ് ഈമാനുണ്ട്. എല്ലാവരും അല്ല, ഞാൻ എല്ലാവരും ചൊന്നിട്ടില്ല. ചൊല്ലൊത്തിരി അതബ് കേട് നിന്റെ പോലെ തങ്ങളെ മാത്രം ചൊന്നതാണ്. അള്ളാഹു മജ്ലിസിന്റെ വർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ഈമാനും ഹിദായത്തും ഇൽമുൻ നാഫിയും ഏറ്റിത്തരട്ടെ. ഞാൻ എല്ലാരും ചെറുതാക്കിയിട്ടില്ല, ചെറുതാക്കുന്നുമില്ല. അത് ശരിയുമല്ല, അത് വലിയ തെറ്റാണ്. ആ ബോധം നമുക്കുണ്ട്. അള്ളാഹു ഞങ്ങളെ കൽബ് നന്നാക്കി തരട്ടെ. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ബാക്കിയുള്ളവരെ നന്നാക്കണം. ഞങ്ങൾക്ക് ഇപ്പൊ റായത്തങ്ങളെ നന്നാക്കണം. വാടങ്ങ് വയലുക്ക് പോയെങ്കിൽ ബൈസന്മാർ കണ്ടപാട് ചൊല്ലാൻ തോന്നുന്നുണ്ടാ ഉസ്താദ് കൂടെ കുറച്ച് ബാല്യക്കാരുണ്ട് ഉസ്താദ്, നല്ല കടുക്കൽ ചൊല്ലണവാ കണ്ട ബാല്യക്കാർ ചൊല്ലണം. ഞങ്ങൾ ചൊല്ലണം ചൊന്നിട്ടില്ല. അയാൾ ബൈസറം കൊണ്ടു ഞങ്ങൾക്ക് തെല്ലു വയല് പോകണമെന്ന് ചൊന്നിട്ടില്ല. ഇനി തെല്ലാം അപ്പുറം പോയിട്ട് ഹൗദറോടെ ഉൾക്ക 19 ബാല്യക്കാരെ കണ്ടെങ്കിൽ ഉസ്താദ് അൽഹംദുലില്ലാ മാഷാ അല്ലാ ഞാൻ നിങ്ങളെ ഫാൻസ്, നിങ്ങളെ ട്യൂബ് ലൈറ്റ് ഒക്കെ ആട്ടെ അൽഹംദുലില്ലാ ഉസ്താദ് കൂടെ തെല്ല് ബൈസന്മാരുണ്ടു എടുപ്പാലെടുത്ത് വിട്ടു ഉസ്താദ് റായത്തങ്ങളെ ഒരു പൊതു സെറ്റാ വീട്ടിലെ കടുക്കൽ ചൊല്ലണം ഉസ്താദ്. കണ്ട ബാല്യക്കാർക്ക് ഞങ്ങൾ ചൊല്ലണമെന്ന് അങ്ങും ചൊല്ലില്ല, ബൈസന്മാർ ചൊല്ലണമെന്ന്. അങ്ങനത്തെ എല്ലാം അപ്പുറം പോയിട്ടാകുമ്പോ പദാധികാരികളും ജമാഅത്തിന പദാധികാരികളും അങ്ങ് ചെന്നെന്തോന്നുണ്ടാ ഉസ്താദ് ബാല്യക്കാർക്ക് പെണ്ണിടാക്കള ചന്ത കഥയാണ് ഉസ്താദ്. എന്തൊരു ഉസ്താദ് ഏബ കണ്ട ഞങ്ങളെ തൊല്ല കടമ കർത്തവ്യ ഉത്തരവാദിത്ത ജവാബ്ദാരി ചൊല്ലണമെന്ന് അങ്ങും ചൊന്നിട്ടില്ല. എല്ലാവർക്കും ബാക്കിയുള്ളവരെ നന്നാക്കണം. ഇപ്പൊ ഞങ്ങളെ നന്നാക്കണമെന്ന് ആർക്കും ആശയില്ല. അങ്ങനെ ചൊല്ലണോ അങ്ങനെ ചൊല്ലണോ അങ്ങനെ ചൊല്ലണോ, സ്വന്തം നന്നാണോ എന്നിട്ട് ആർക്കും ആശമില്ല. നന്റെ ആശ കണമേ നിങ്ങൾ നന്നാണോ നക്ക് നന്നാണെന്ന് ആശൊന്നും ഇല്ല. അള്ളാഹു ഞങ്ങളെ ഇൽമുനാഫിയാക്കട്ടെ. ആമീൻ ചൊല്ല്. അള്ളാഹു ഞങ്ങളെ ഇൽമുനാഫിയാക്കട്ടെ. ആ സഹാബി അതാ എത്തി നോക്കി. പിന്നീട് അയാൾക്ക് തെറ്റുബോധ്യമായത്, കുറ്റബോധം തോന്നിയത്, തെറ്റാണ് സംഭവിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ കണ്ണുകൊണ്ടൊരു പെണ്ണിനെ കണ്ടുപോയല്ല, അതും കുളിക്കുന്നൊരു പെണ്ണ്. അവളെ ആവറത്ത് ഞാൻ കണ്ടു. സത്യം പറയട്ടെ, ഒരു കണക്കിന് അല്ലാന്റെ മുമ്പിൽ കുറ്റമില്ല. എന്തുകൊണ്ട്? അത് കാക്കതാളിയ മനഃപൂർവ്വം ചെയ്തതല്ല. ആകസ്മിക്ക അയാളിങ്ങനെ നോക്കിയിട്ടാകുമ്പോ പെണ്ണായിപ്പോയി അത്രന്നെ. അല്ലാണ്ട് പെണ്ണും ചെയ്തിട്ടേ നോക്കിയാമാ നിങ്ങൾ എന്നിട്ടൊട്ടിക്ക് ഇല്ലേ ഇല്ല. അപ്പൊ അയാൾക്ക് അതിന്റെ അല്ലാണ്ടൊക്കെ കുറ്റമില്ല, ഒരു കണക്കിനില്ല ഇല്ല. ആദ്യത്തെ നോട്ടം അത് അല്ലാഹു തആലാന്റെ ഭാഗത്താണ്. രണ്ടാമത് നീ അത് ആവർത്തിക്കരുതെന്ന് മുസ്തഫായ നബി തങ്ങൾ അലിയാർ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഇങ്ങനെ നോക്കിപ്പോവും. മീൻ്റെ ബജാർക്ക് പോകുമ്പോത്തുകോ, ദക്കരവിടെ പോകുമ്പോത്തുകോ, കുദ്രോളി ടൗണിൽ പോകുമ്പോത്തുകോ, അങ്ങനെ ഒരിക്കൽ കണ്ടുപോയെങ്കിൽ അതവിടെ വിടോ, സാരമില്ല. രണ്ടാമത് നീ ആവർത്തിക്കണ്ട. അന്നദുറു സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. ഇനിയുള്ള നോട്ടം അത് ഇബ്ലീസിന്റെ പണിയാണ്. പിന്നെ മെസ്സേജ് പറ തുടങ്ങോ, പിന്നെ ഹായ് ഹൂയി പറ തുടങ്ങോ, പിന്നെ നമ്പർ കേൾക്ക തുടങ്ങോ, പിന്നെ നോക്കിയിട്ട് ചിരിക്ക തുടങ്ങോ. ഫസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞിട്ട് നോക്ക തുടങ്ങോ. നീയും നോക്കിയാ പിന്നെ ചിരിക്ക തുടങ്ങോ. അതുകൊണ്ട് പിന്നെ നീ നോട്ടത്തിനെ ആവർത്തിക്കരുത്. അലിയാർ തങ്ങളോട് മുസ്തഫായ നബി തങ്ങൾ ഉപദേശിച്ചതാണ്. ഈ സഹാബിക്ക് കുറ്റബോധം തോന്നി, തെറ്റ് ബോധ്യപ്പെട്ടു. വല്ല അപരാധമല്ലേ ഞാൻ ചെയ്തത്. എന്നെ നബി തങ്ങൾ ഒരു കാര്യത്തിന് പറഞ്ഞയച്ചിട്ട് ഞാൻ ഇവിടെ കുളിസീന് കണ്ടത് ശരിയാണോ? അയാൾ എന്ത് ചെയ്തറിഞ്ഞ ആ മഹാൻ കരഞ്ഞു. കരഞ്ഞിട്ട് അയാള് വഹാറബ ഇലൽ ജബലി, അയാള് കുന്നിന്റെ മുകളിലേക്ക്, പർവ്വതത്തിന്റെ മുകളിലേക്ക് ഓടുകയാണ്. ഇല്ല അല്ലാഹ്, എനക്കെന്റെ കണ്ണുമായി മുഖവുമായി നബി തങ്ങളെ കാണാനാവേല. എന്റെ കണ്ണുകൊണ്ടാണ് ഞാൻ തെറ്റ് കണ്ടുപോയത്, ഒരു അന്യ പെണ്ണിനെ കണ്ടുപോയത്. ഇല്ല റബ്ബേ നീ പൊറുക്കല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അയാൾ ഓടുന്നു. അയാള് പിന്നെ കണ്ടില്ല, അഡ്രസ്സേ ഇല്ല. അഡ്രസ്സേ ഇല്ല. ഹബീബായ നബി തങ്ങൾ സഹാബത്തിനോട് അന്വേഷിച്ചോ, എവിടെയാണ് അയാൾ, എവിടെയാണ് മഹാൻ? സഹാബത്തിനും അറിയില്ല. അവരും പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. അപ്പോഴാണ് മഹാനരായ ജിബ്രീൽ ഇറങ്ങുന്നത്. മുസ്തഫായ നബിയോട് പറഞ്ഞു, നബിയേ നിങ്ങളെ പേടിച്ച്, അല്ലാഹനെ പേടിച്ച്, നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത് ചങ്കിച്ച്, അല്ലാഹന്റെ അദാബിനെ പേടിച്ച്, നിങ്ങളെ മുമ്പിൽ നിന്നിട്ട് ഓടിപ്പോയ ആ
നല്ല മനുഷ്യൻ ഇന്നാലിന്ന പർവ്വതത്തിന്റെ ഉള്ളിലുള്ള ഗുഹന്റെ അകത്ത് സുജൂദിൽ ഇരുന്ന് കരയുന്നു, ഇന്നാലിന്ന ജാഗലുണ്ട്. മഹാനായ ജിബ്രീൽ ഗൂഗിൾ മാപ്പ് പറഞ്ഞു കൊടുത്തു. പിടിയാ എനിക്ക് അണ്ട് ഗൂഗിൾ മാപ്പ് മൊബൈലിൽ ഇല്ലാത്ത നിനക്ക് തിരിയോ വേണമായിട്ട് ഞാൻ അങ്ങനെ ചൊന്നോ. ഇനി നാളോട് ചർച്ചാവലല്ലേ അവ ക്ലിപ്പ് വരും ഉസ്താദ്. കാരണം വാರ നാളെ അതിമേ ക്ലിപ്പ് കാത്തോണ്ടാറ്. ഇതിന്റെ മുന്നേ ചൊന്ന ആയത്ത് ഹദീസ് ചരിത്രം ഉപദേശം അതൊന്നും ഇല്ല. ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു സ്ഖലിതം ഒരു എന്തെങ്കിലും ഒരു തപ്പിട്ട് വന്നു പോയി സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതിനെ നാളെ ക്ലിപ്പാക്കിയ ഫുൾ വൈറലാക്കിയ യൂട്യൂബിലിട്ട ഷെയർ ആക്കിയ വ്യൂസ് കൂട്ടിയ സബ്സ്ക്രൈബ് ആക്കിയ ഓന്റെ മക്കളെ വള്ളം നിറച്ച. അവനക്ക് അത്രമേ ഉദ്ദേശമുള്ളൂ. പൈസ ആണോ പള്ളം നിറയും, കൈ കെസറാവാണ്ട് ബായ് മൊസറാവണം. അങ്ങനത്തെ ചില ക്ലിപ്പന്മാരുള്ളാർ. ക്ലിപ്പ് പേടിയൊന്നുമില്ല. സമാജത്തിന്റെ ഇടയിൽ ഞങ്ങളെ ചെന്നിട്ടൊരു ഫിത്തനാമ്പത്ത് കതൊരു ബേജാറല്ലേ. അപ്പാർത്താക്കിയിട്ട് അനർത്താക്കിയിട്ട് എലി പോയി ചെന്നത് പിറ്റേന്ന് സുബിക്ക് നോക്കുമ്പോൾ പുലി പോയിന്ന് ക്ലിപ്പ് വന്നിട്ടുണ്ട്. എന്താവും ജാവ് 8 കണ്ടിക്ക് ചെന്നു എലി പോയിറ്, സുബിക്ക് 8 കണ്ടിക്ക് ക്ലിപ്പിൽ കണ്ട് പുലി പോയിറ്. അങ്ങനത്തെ ആൾ ഇവിടെ ഉണ്ടാ? പൈസ കെട്ട് ഉണ്ടെങ്കിൽ കെട്ട്, ഇപ്പം എന്താ ഉണ്ടെങ്കിൽ കെട്ടുന്ന് ബേജാറൊന്നും ഇല്ല, അല്ലെങ്കിൽ പേടിയൊന്നും ഇല്ല. എന്നാലും അല്ലാഹു ഞങ്ങളെ ഇൽമു കൊണ്ട് ഞങ്ങൾക്ക് ഉപകാരം നൽകട്ടെ. മുസ്തഫായ നബി തങ്ങളെ ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, നബിയെ ഇന്നാലിന്ന ജാഗലുണ്ട്. മഹാനായ ഉമർ തങ്ങളെയും ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികളെ ഹബീബായ തങ്ങൾ അങ്ങോട്ട് പറഞ്ഞയച്ചു. അയാളെ കൊണ്ടുവന്നു. അയാൾ വരാൻ കൂട്ടാക്കിയില്ല. ദിവസം വന്ന് 40 കഴിഞ്ഞിട്ടുണ്ട്. 40 ദിവസങ്ങൾക്ക് ശേഷം പിറ്റേന്ന് പോയിട്ട് കണ്ടതല്ല അയാള്. ഭക്ഷണമില്ല, ഒന്നുമില്ല, നാടില്ല, വീടില്ല, കൂട്ടില്ല, കുടുംബമില്ല, ആരുമില്ലാതെ അയാൾ അവിടെ അല്ലാഹനെ ഓർത്തിട്ട് കരയുകയാണ്. അതെ, വറജുലുൻ ഖാഫല്ലാഹ വദകറല്ലാഹ ഖാലിയാ ഫഫാലത് ഐനാ. അയാൾ അവിടെ കരഞ്ഞുകൊണ്ട് അല്ലാഹന്റെ ചിന്തയിലാണ്. ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ അല്ലാഹന്റെ മുമ്പിൽ തൗബയിലാണ്, കരഞ്ഞിട്ട് ദുആയിലാണ്, എപ്പോഴും അയാൾ ഇസ്തിഗ്ഫാറിലാണ്. മഹാനായ ജിബ്രീലും അതുപോലെ തന്നെ മഹാനായ ഉമറും അതുപോലെ തന്നെ ബിലാലും അലിയും എല്ലാവരും അവിടെ ചെല്ലുന്നു. അയാളെ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നബി തങ്ങളെ മുമ്പിലേക്ക് വരാൻ വേണ്ടി പറയുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞെന്തറിയാ? ഇല്ല, ഞാനില്ല. തെറ്റ് ചെയ്ത എന്റെ മുഖം നബി തങ്ങളെ നോക്കാൻ നാണിക്കുന്നുണ്ട്, എനക്ക് ചങ്കിയാന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം ആ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ഞാനില്ല. ഇത് ഇന്നത്തെ ജനറേഷൻ കേൾക്കണായ വയല്. എനി ടൈം പെണ്ണുങ്ങളുമായിട്ടുള്ള ചാറ്റിങ്, ആണുങ്ങളുമായിട്ടുള്ള ലിങ്കിങ്. ഇന്ന് പറയുന്ന കേട്ട് എവിടെന്നറിയില്ല, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഇന്ന് പറയുന്ന കേട്ട് ഇങ്ങോട്ടേക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഇങ്ങ ആമീൻ ചെല്ല്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് 4-5 ആള് തെല്ലാപ്പറാക്കിട്ട് ഇരുത്തോളൂ. ഉഷാറില്ലല്ലേ, അള്ളാഹു ഷിഫ നൽകട്ടെ. പിന്നെ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ നണ്ടമേ നോക്കോറു, എന്ത് വേണമെങ്കിൽ ആക്കട്ടെ, നിങ്ങൾ നണ്ടമേ നോക്കോ. ഞാൻ തരുമോ? എൻഗേജ്മെന്റ് ആള് വന്നിറുള്ള ഇന്നലെ 4-5 ആള് വന്നിറാറ്, എല്ലാം ഉണ്ടിയാറ് പോയാറ്. അങ്ങ് പോയിട്ട് ഔത്തുക എത്ര മുന്നോലോ ആ കിടാവു പെണ്ണ് കിടാവു മേലെ പോയിട്ട് ജിമെടുത്തു. അള്ളാഹു ആഖിറം സലാമത്താക്കി കൊടുക്കട്ടെ. ആര് വാട എപ്പെന്ന് കേൾക്കണ്ട. ഇന്നലെ അള്ളാഹു പരലോകം സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. എന്ത് വിഷയം എന്തോ അബ്ബ ഉമ്മ നോക്കിയത് ഇഷ്ടമില്ല, വേറെ ലിങ്ക് എന്തോ ഇൻത്ത് അങ്ങനെ അലാമക്കയില്ല. ഞങ്ങൾക്കറിയാലോ, ശരിക്കും ഇതറിയാല സംഗതി ഇങ്ങനെ. ഇതാണ് ഇന്നത്തെ ജനറേഷൻ, ഇന്നത്തെ പെണ്ണുകിടാക്കല്ല ഇങ്ങനെ. ഇന്നത്തെ ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഡയലോഗ് എന്തോടെ വേണ്ട, നന്റെ മേ കേൾക്കണോ? നിങ്ങളുടെ ഡയലോഗ് പാസ്സാക്കി നിങ്ങൾ വേഗം പുറത്തു പോകണം. നിങ്ങൾ അനിച്ചിട്ട് ഞാൻ കൈ ചൂണ്ടിട്ടേ ചൊല്ല, നിങ്ങൾ നന്റെ പറഞ്ഞങ്ങ് പോവും. ഇൽമിന്റെ മജ്ലിസിൽ നല്ല ചന്തത്തിൽ തേക്കണം. നിങ്ങളുടെ ഡയലോഗെല്ലാം പിന്നെ പാസ്സാക്കോറോ? നിങ്ങൾക്ക് എന്തേ ഇപ്പൊ നല്ല ഒരു അരട്ടോ നിങ്ങൾ ഇങ്ങനെ കൽബും കണ്ണു തരണേ. അഭിപ്രായം നിങ്ങൾ ലൈക്കോ അല്ലെങ്കിൽ ഡിസ്ലൈക്കോ അല്ലെങ്കിൽ സപ്പോർട്ടിക്കോ അല്ലെങ്കിൽ എന്തുവാട്ട് രണ്ടു സ്വീകാര്യമേ. പിന്നെ നെക്സ്റ്റ് ഫംഗ്ഷൻ കഴിഞ്ഞ പിന്നെ അബ്ബക്കും പറയാ ഉമ്മക്കും പറയാ, രണ്ടും ഞങ്ങൾക്ക് സമ്മതമേ. ദമ്മും മധുവും സവ അല്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ ഇത് കേൾക്കണേ,
തെല്ല് നേരെ കേക്കോണേ. ആ സഹാബി വരാൻ കൂട്ടാക്കിയില്ല. ചുരുക്കി പറയട്ടെ, ഹബീബായ നബി തങ്ങളെ മുമ്പിലേക്ക് ആ സഹാബികൾ അയാളെ കൊണ്ടുവരാൻ നോക്കുമ്പോ അയാൾ പറഞ്ഞ ഒരു കണ്ടീഷൻ, എന്നെ നബി തങ്ങളെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് നിപ്പാട്ടു തീറാ. നബി തങ്ങൾ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ നന്റെ പിറവില് കൊണ്ടുപോയിട്ട് നിപ്പാട്ടോണോ. നബി തങ്ങളെ മുഖം നോക്കുന്നൊക്കെ ചണ്ടി സംഖ്യാവൂറോ. കാരണം നാ തപ്പാക്കിയിട, ഞാൻ അല്ല പൊരുത്തപ്പെടാത്ത തെറ്റ് ചെയ്തിട്ടുണ്ട്. നാണൊരു പെണ്ണിന്റെ മുഖം നോക്കിയ അത് പാടില്ലല്ലോ. അല്ലായിനാനി അല്ലായിനാനി സിനാഹുമാ അന്നദുറു. കണ്ണിന്റെ വ്യഭിചാരമാണല്ലോ നോട്ടം. എന്റെ ജീവിതത്തിൽ അത് വന്നുപോയി. വ്യഭിചാരം എന്ന് പറഞ്ഞെങ്കിൽ ക്ലൈമാക്സ് മാത്രമല്ല, വ്യഭിചാരം എന്ന് പറഞ്ഞെങ്കിൽ ഫൈനൽ റൗണ്ട് മാത്രമല്ല. നോട്ടം വ്യഭിചാരമാണ്, കേൾവി വ്യഭിചാരനാണ്, പൈസക്കാര മംഗളത്തിൻ്റെയോടെ ജോറാണ് അല്ലേ. അസ്സലാമു അലൈക്കും. ആറ് സൽമ, കുഞ്ഞു മാലി, മമ്മദു, ആജി, ഡബിളാജി, ത്രിബിളാജി എല്ലാവർക്കും നക്ക് ഹത്തി പോകും. ഉസ്താദ് റാത്തല്ലേ, അസ്സലാമു അലൈക്കും കൈതണ്ടോ. പൈസക്കാര മംഗളത്തോടെ ജോറു. പാപ്പത്തിന്റെ മംഗലം പേടിച്ച് അവനക്ക് ആശയുണ്ട്, കൈ കൊടുക്കോടും. പിന്നെ അവനക്ക് പേടിയാവും ജമാഅത്ത് പുറത്താക്കിയെങ്കിലാ. സപ്പോർട്ടാക്കാൻ ആളില്ലല്ലേ. പൈസക്കാരോട്ട് ആൾമാരുണ്ട്, അങ്ങനെ പുറത്താക്കറുമില്ല, പുറത്താക്കണമെങ്കിൽ ആളും ഉണ്ട്. പാപ്പത്തൊന്നും ആളും ഇല്ല. അപ്പൊ അവിടെ അല്ലെങ്കിൽ അങ്ങനെ പൈസക്കാരന്റെ ഒത്തും നാളെ മറ്റൊന്ന് വിഷയമേ അതുണ്ടോ. അപ്പൊ നന്റെ വിഷയം അത് വേണ്ട, അത് വിടും. മധുവേ എന്തു സാ മധുവയല്ലിനടിയൊത്തിರುವ അനാചാര പൈല് ബറുവത് ഏതോ ആട്ട് അനാചാര വാടയും പാടില്ല. പൈസക്കാരൻ്റെ അവിടെ ചണ്ട മണ്ട ദബ്ബണം ദിബ്ബണം എല്ലാം ഉണ്ട്. മധുവയാകുന്ന ഇസ്ലാമിന്റെ ആചാരത്തിന്റെ ഇടയിൽ നോക്കാരും ഉണ്ടട്ടില്ല. ഉസ്താദുമാരും ഉണ്ടില്ല, റായത്തങ്ങും ഉണ്ടില്ല, കമ്മിറ്റിക്കാരും ഉണ്ടില്ല. ഇനി ഉസ്താദ് മൂട്ട് വെള്ളിയാസ സൂനാക്കിയ അണ്ട് അസർಗೆ ഡിബാർ. അയാൾക്കും ഇല്ല ജണ്ട് കിടാവോ. അയാളും അങ്ങനെ നിനക്ക് വേണ്ട നമുക്ക് എന്തോ ചട്ടിക്കില്ലാത്ത ചൂട് മൂടുക എന്ത് കേട്ട് അയാളും മുണ്ടായിട്ട് വെച്ച്. പിന്നെ പാപ്പത്തിൻ്റെ വെടി പൊട്ടിക്കണ്ട, അവൻ പിന്നെ ബർണാൾ പൊട്ടിക്കണ്ട. അവന്റെ ബിരിയാണിന്റെ ചട്ടിയും ആ കറിന്റെ ചട്ടി ചെമ്പും സൗണ്ട് ആക്കിയ മയ്യാവും. അവിടെ വെടിയില്ല, അവിടെ ദിബാണ ഇപ്പൊ പുറത്താക്കണം. അവിടെ വെടിയിൽ എന്തില്ല, ചെമ്പ് മുട്ടിയതില്ലേ ജണ്ട് കണ്ട. പാപ്പത്തിന്റെ അവിടെ ചെമ്പ് മുട്ടിട്ടാകുമ്പോ എനിക്ക് ഭയങ്കരായി. നിങ്ങൾ പൈസക്കാർക്ക് അർശവും പറഞ്ഞ നയിച്ചൊന്ന വിഷയത്തില് പാപ്പത്തങ്കന്നോട്ട് പിരിസവും കൂടണ്ട. സംഗതി യാഥാർത്ഥ്യ. അല്ലാഹു തആല ഞങ്ങളെ ഇബാദത്തുകളെ നന്നാക്കി തരട്ടെ, ഞങ്ങളെ ആചാരങ്ങളെ അനാചാരങ്ങളിൽ നിന്ന് കാക്കട്ടെ. അയാള് നേരെ വന്ന് ഹബീബായ നബി തങ്ങളെ നിസ്കാരം കഴിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എവിടെയായിരുന്നു, എപ്പോ പോയതാണ്, എന്തേ കാണാഞ്ഞോ എന്ന് ചോദിച്ച നേരം കരഞ്ഞുകൊണ്ട് അയാള് പറയുകയാ, നബിയേ അറിയാതൊരു തെറ്റ് വന്നു പോയി നബിയേ, ഒരു പെണ്ണിനെ ഞാൻ നോക്കിപ്പോയി നബിയേ. എന്റെ ജീവിതത്തിൽ നടാടയാണ്, പ്രഥമമാണ്, ഫസ്റ്റാണ്. അത് സംഭവിച്ചു പോയി. അങ്ങനെ ഒരു പെണ്ണിനെ നോക്കി പാപം ചെയ്ത കണ്ണുമായിട്ട് അങ്ങയെ നോക്കാൻ, അവിടത്തെ നോക്കാൻ, നബിയെ നിങ്ങളെ നോക്കാൻ എനിക്ക് നാണക്കേടായി നബിയെ, ലജ്ജയായി നബിയെ, അതുകൊണ്ടാ ഞാൻ വരാഞ്ഞേ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ ഇരുന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ ദ്വാരക്കോണ നബിയെ, എന്റെ പാപങ്ങൾ പൊറുക്കാൻ. റസൂലുള്ള പറഞ്ഞു, നിന്റെ പാപങ്ങളല്ല പൊറുക്കും, നിന്റെ ഖേദം വലിയ ഖേദമാണ്. നിന്റെ ഈ ഖേദം മനസ്സിന്റെ തൗബയാണ്. നിന്റെ ഈ ദുആ ഏറ്റവും വലിയ ദുആയാണ്. നിന്റെ ഈ ദുആ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട്, നിന്റെ പാപം അല്ലാഹ് പൊറുത്തിട്ടുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, അയാൾക്ക് സമാധാനം ഇല്ല. അയാൾ പറഞ്ഞു, നബിയെ പറ്റല, നബിയെ ദ്വാരക്കണോ, കാരണം നല്ലോണം ദ്വാരക്കണോ, ഞാൻ ചെയ്ത തെറ്റ് വളരെ വലുതാണ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അല്ല, അള്ളാന്റെ വാക്കാണ് വലുത്, അള്ളാന്റെ കൗലാണ് വലുത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അള്ളാന്റെ വാക്കാ വലുത്. ഏത് പാപിയും ഖേദിച്ചു പോയാൽ, മടങ്ങിപ്പോയാൽ, ഒന്ന് റിട്ടേൺ ചിന്തിച്ചു പോയാൽ, റബ്ബേ ചെയ്തു പോയി അല്ലാ ഇനിയില്ല, സംഭവിച്ചു പോയി അല്ലാ ഇനിയില്ല, വട്ടിക്ക് കൊടുത്തു പോയി അല്ലാ ഇനി കൊടുക്കല, അന്താണ്ടാകാലത്തായി പോയി അല്ലാ എന്നാവേല എന്നിങ്ങനെ നീ ഖേദിച്ച് പേടിച്ച് മടങ്ങുകയാണെങ്കിൽ, ഖാലൽ ഉലമാഉ അത്തൗബതു വന്നദമോ,
അത് നിന്റെ തൗബയാണ്. നിനക്ക് മടക്കമുണ്ട്, നിന്നെ അല്ലാഹ് കബൂലാക്കി. പിന്നെ ടെൻഷൻ ആക്കണ്ട. പക്ഷെ ഈമാനിന്റെ കട്ടയായ ഈ സഹാബിക്ക് സമാധാനാന്നില്ല. അയാൾ റസൂലുള്ളാഹിന്റെ മടിയിൽ തലവെച്ചു. ഹബീബായ നബി തങ്ങളെ സമാധാനിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അയാളെ വായിന്ന് ഒരു അട്ടഹാസം വന്നു. പിന്നീട് ലാ യതഹറകു വലാ യതനഫസു, അയാൾക്ക് അനക്കമില്ല, ശ്വാസം പോന്ന കാണുന്നില്ല. വഖറമൈതാ, അയാൾ കരഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മടിയിൽ തലവെച്ചിട്ട് മരണപ്പെട്ടു. ഒരുപാട് മുഫസ്സിരീങ്ങൾ ഈ ചരിത്രം സനദോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഡിങ്കന്റെ കഥയല്ല, സാങ്കല്പിക കഥയല്ല, കാൽപ്പനിക കഥയല്ല. മഹാന്മാരായ മഹാന്മാർ, പൗരാണികരായ മഹാന്മാർ പ്രാമാണികമായി ഉദ്ധരിച്ചിട്ടുള്ള ചരിത്രമാണ്. ഇന്നലകളിൽ കഴിഞ്ഞുപോയ ഞങ്ങളെ സമുദായത്തിന്റെ ബാല്യക്കാരങ്ങനെയാണ്. അറിയില്ലേ ഹസനുൽ ബസരി തങ്ങളുടെ ചരിത്രം? ആരാണ് ഹസനുൽ ബസരി? ആരാണ് ഹസനുൽ ബസരി? ഇങ്ങോട്ടോക്കി. ഹസനുൽ ബസരി ചെറിയ ആളല്ല. നബിതങ്ങളുടെ ഭാര്യയുടെ മുലപ്പാല് കുടിച്ചു വളർന്ന കിടാവാണ് ഹസനുൽ ബസരി. സഹാബിയല്ല, നബിതങ്ങളെ മോനല്ല, നബിതങ്ങളെ ഭാര്യ ഉമ്മു സലമ. ആര്? താരീഖ് ഹിസ്റ്ററി പഠിക്കണോ? കാലി ടിപ്പു സുൽത്താന്റെ ചരിത്ര, ബാലഗംഗാധര തിലകന്റെ ചരിത്ര, ഗ്രീക്ക് ചക്രവർത്തിന്റെ ചരിത്ര, കിത്തൂർ ചെന്നമ്മ, ബെളവാടി മള്ളമ്മ, അവരുടെ ചരിത്രം മാത്രം പഠിച്ചാൽ മതിയാവില്ല. പഠിക്കണത് ഈ ഹിസ്റ്ററിയും പഠിക്കണം മുന്നേ. ഹലോ സാർ, ഇതെന്തായാലും പഠിക്കണോ? നമുക്ക് ഇതെന്തോ അറിയാലേ? ഞങ്ങൾക്ക് അറിയുന്നുമില്ല, അറിയാൻ വേണ്ടിയിട്ട് അങ്ങ് ബുക്കിൽ എഴുതിയിട്ടുമില്ല. എന്തേ അങ്ങോന്നും തുടങ്ങി നിങ്ങൾ പഠിക്കാല? ചീമു എഴുതിയത് ഞങ്ങളത് എന്ത് എഴുതിയിട്ടേ ഇല്ലേ? ചീമു ചെലങ്ങാറ് ചീഞ്ഞ മുട്ടല്ല. അവൻ പോയ അയാൾ ചെറുപ്പം മരിച്ചുപോയി. ചിദാനന്ദമൂർത്തി സാഹിത്യമാണ് വലിയ. അയാൾ കർണാടക ഭാഷയിൽ എഴുതിയ ഒരു ചരിത്ര പുസ്തകം ഞാൻ മിഞ്ഞാന്നൊന്ന് വാങ്ങി. നമുക്കത് വലിയ പിടിയില്ല, എന്നാലും കുറച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ തിരിയുമല്ലോ. പക്ഷെ എല്ലാം ഒരു തരം കാമാല പിടിച്ച പോലെ എല്ലാം അങ്കുടൊക്കാക്കിയിട്ടാണ്. ഇരിക്കട്ടെ, നമ്മൾ വിഷയം അതല്ല. അത് പോട്ട്. ഞാൻ പറഞ്ഞേ ചരിത്രം എല്ലാവരും പഠിച്ചോളാം. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ചരിത്രത്തിൽ ഡേറ്റ് എല്ലാം അപ്പുറപ്പുറാവൂ, വയസ്സ് അപ്പുറപ്പുറാവൂ, വക്കത്തുള്ള ആൾമാരുടെ ജനസംഖ്യ എണ്ണ കമ്മി കുറച്ചല്ലാവും. അത് താരീഖിൽ സാധാരണയാണ്. താരീഖിലുണ്ടല്ലോ, മഹാത്മാഗാന്ധിന്റെ തലയിൽ മുടി എത്രയെന്ന് കേട്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തന്റെ ബുക്കിൽ 12 നിൽക്കൂ, പിന്നെ ഒരുത്തന്റെ 24 നിൽക്കൂ, പിന്നെ ഒരുത്തന്റെ ബുക്കിൽ എന്തും ഇല്ല നിൽക്കൂ. സാധാരണയാണത്. താരീഖിൽ ഹിസ്റ്ററിയിൽ അഭിപ്രായ വ്യത്യാസം വെറും. അക്കീദയിൽ പറതീറ, അക്കീദ ഒന്നെയാണ് എപ്പോഴും. അക്കീദ കടാക്കടി വേണം. ഈമാനുണ്ടല്ലേ, അത് കറക്റ്റ് വേണം. അവിടെ ഔലിയാക്കന്മാരില്ലല്ലേ, അംഗകറാമത്തില്ലല്ലേ, അല്ല പിന്നെ അങ്ങനൊന്നും ഇല്ലല്ലേ, റസൂല് ഞങ്ങളെ പോലത്തെ മനുഷ്യല്ലേ എന്നാണ് നിന്റെ ഈമാനെങ്കിൽ പോയി. നിന്റെ നെറ്റിയിൽ ഇത്ര വില കല്ല് പോലത്തെ നിസ്കാരക്കല ഉണ്ടായിട്ടും, ഇത്ര വില 1.5 കിലോന്റെ താടി ഉണ്ടായിട്ടും കാര്യമില്ല. നിന്റെ ഈമാന് പൊട്ടിയത് കൊണ്ട് നിന്റെ എല്ലാം പോയി. ആദ്യം ഈമാന് കറക്റ്റാണ്. ഖബറാണ് ആദ്യത്തെ ചെക്ക് പോസ്റ്റ്, ജാൽസൂർ ചെക്ക് പോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണക്ക് ഫസ്റ്റത്തെ ഗേറ്റ് ആണ് ആഖിറത്തിന്റെ ഖബർ. അല്ലേ അൽ ഖബറു അവ്വലു മൻസിലി മിൻ മനാസിലിൽ ആഖിറ മൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു വമൻ ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻഹു ഖാല റസൂലുള്ളാഹി. എത്ര മണിയോളോ? 10:45 11 കാൽ. ഏതൊന്നു ചൊല്ലി 11:30. ഇന്നലത്തെ പോലെ ഇന്ത്യ ആറാക്കു തീറ. നാളെ ഇങ്ങനെ ചിക്കതാക്കണോ, ചെറുതാക്കണോ, ചന്താക്കണോ, ബെൽതാക്കിയിട്ട് ബെടിച്ചലാക്കു തീറ. നിങ്ങൾ ഇരുത്ത കാണുമ്പോൾ ഒരു 1/4 മണിക്കൂറായ പോലെ ആയി. നോക്കുമ്പോൾ 1.5 ഗಂಟೆ. അതിന് ചൊന്നല്ലേ നന്റെ കറാമത്തും അല്ല, നിങ്ങളെ കറാമത്തും അല്ല. സമയം അത്ര ഫാസ്റ്റ്. ഇപ്പോ തഖാറബുസ്സമാൻ, ലോകം അവസാനിക്കുന്ന സമയത്ത് സമയത്തിന് ഭയങ്കര സ്പീഡ് കൂടും. നെറ്റിന് സ്പീഡ് കൂടിയിട്ടില്ലേ? KB പോയിട്ട് GB ആയി, ഇപ്പൊ 5G ആയല്ലേ? അതേപോലെ ടൈം ഫസ്റ്റ് KB ഇപ്പത് എന്തോ പോയിട്ട് 5G അല്ല 6G ആയി. ഭയങ്കര ഫാസ്റ്റ്. സൊബിയാണ്ട് അങ്ങനെ എന്താക്കിയല്ല അമ്മ എന്തോ ആക്കില്ല, ടൈം ആവില്ല. എന്താക്കിയിട്ടില്ല ടൈം അത്ര 24 മണിക്കൂർ. പണ്ട് ഞങ്ങളെ ബോബ, നിങ്ങളെ അബ്ബ, നിങ്ങളെ ആണുങ്ങ, പണ്ടത്തെ മനുഷ്യന്മാർ
പാട്ടിയാറ് പാടെ അവിടെ ആശുപത്രിയിൽ കിടാവിന് വെള്ളോക്കിൽ അവിടെ പോയിട്ട് കിടാവ് ചോറ് കഞ്ഞെല്ലാം കൊടുത്തു. എല്ലാം കൊടുത്തിട്ട് വന്നിട്ട് കുളിച്ചിട്ട് വന്നിട്ട് 11 ഗಂಟೆಗೆ പള്ളിക്ക് എത്തിയാറ്. ആൾക്കാർ ഫോതിയാറ്, ജുമാ നിസ്കരിച്ചാറ്. നടന്നിട്ട് ഇതല്ല ഉണ്ട്. ഇന്നോവ കാറിൽ ദക്കക്ക് പോയാ, സ്വിഫ്റ്റ് കാറിൽ സ്റ്റേറ്റ് ബാങ്കിക്ക് പോയാ, ഫോർച്യൂണറിൽ എണ്ണക്ക് പോയാ, എന്നിട്ട് 12:58 പള്ളിക്ക് എത്തിക്കില്ല. എന്തേ? ടൈമില്ല പോവാ. ക്യാ ഹേ പ്രഭു, എന്ത് ചെയ്ത് അണ്ടത്തെ പോലെ മേലേ ഇപ്പൊ ടൈം? എന്ത് സംഗതി എന്തറിഞ്ഞാ, ഇതാ റുഫിഅത്തിൽ ബറകത്തു മിനൽ അർള, ഭൂമിന്റെ ബർക്കത്ത് പോയി, സമയത്തിന്റെ ബർക്കത്ത് പോയി, ആരോഗ്യത്തിന്റെ ബർക്കത്ത് പോയി, സന്തോഷം പോയി, എല്ലാം പോയപ്പോ, എല്ലാത്തിന്റെ ബർക്കത്തും മൈനസായപ്പോ, എല്ലാം ഞങ്ങളൊന്ന് പോന്ന ബൈ കാണുന്നില്ല. നാളെ മറ്റൊന്ന് ഞമ്മക്കും 63 മരിക്കുമായി. ഞമ്മ കണക്കൂട്ടിയിട്ടില്ലെന്ന് മാത്രം. കഴിഞ്ഞ വർഷം കിടാവ് ഉണ്ട് നേത്രയിൽ കേൾക്കുമ്പോൾ 9ാം ക്ലാസ്സിൽ വന്ന, കഴിഞ്ഞ വർഷം LKG നിന്ന റബക്ക 9 പോയതല്ല, 9 ആയൂടെ ഗൊന്തേ ആയിട്ടില്ല. അത്ര സ്പീഡാണ്. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. സമയം ഭയങ്കര ദ്രുതഗതിയില് ഭയങ്കര സ്പീഡിലായിട്ട് പോവുക. വെള്ളിയാഴ്ചയോട്, റമളാനോട്, മാസത്തോട്, കൊല്ലത്തോട് ഭയങ്കര സ്പീഡിലായിട്ട് കണ്ടുമുട്ടുന്ന കാലം വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളം. ഉറക്കമുണർന്നിട്ട് ഈ പരിപാടിക്ക് വരുന്നതിന്റെ ഇടയില് ഞാനും നിങ്ങളും പറയാത്ത ഫിത്നയുണ്ടോ? പറയാത്ത ഗീബത്തുണ്ടോ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ വറഇ അശദ്ദു, അശദ്ദുൽ വറഇ, അയ്യുൽ വറഇ അശദ്ദു. ഭയങ്കര റിസ്ക്കുള്ള വിഷയത് തങ്ങളെ, ഭയങ്കര കഷ്ടമുള്ള വിഷയം എന്തോ നമ്മുടെ ജീവിതത്തിൽ. അയ്യുൽ വറഇ അശദ്ദു. മഹാൻ പറഞ്ഞു, ഹില്ലത്തുൽ ഔലിയ അതുപോലത്തെ കിതാബില് ഈ സംഭവം കാണുന്നുണ്ട്, ഈ അസർ. മഹാൻ പറഞ്ഞു, അല്ലിസാനു അയ്യുൽ വറഇ അശദ്ദു ഖാല അല്ലിസാനു. ഭയങ്കര റിസ്ക്കുള്ള വിഷയം, വേറൊന്നുമില്ല. നിരീക്ഷങ്ങ് 1 സെക്കൻഡിന്റെ ഉള്ളിൽ ഇപ്പൊ എത്രയാണ്, കഷ്ടമാണ്. അത് അനാവശ്യങ്ങൾക്ക് മാത്രമേ ചെലവാക്കുന്നുള്ളൂ. അത് ചീത്ത പറയാൻ, അത് മറ്റുള്ളവനെ തമാശയാക്കാൻ. കണ്ടില്ലേ, വയസ്സന്മാർ നടക്കുമ്പോ ബാല്യക്കാർ പരിഹസിക്കുന്നു, ഭ്രാന്തന്മാർ നടക്കുമ്പോ ചെക്കന്മാർ കല്ലെടുത്തെറിയുന്നു. കാരണം ആരാന്റെ ഉമ്മാക്ക് ഭ്രാന്തായെങ്കിൽ ഞങ്ങൾക്കെന്തേ? ഞങ്ങക്ക് നല്ല കുസാള്. ആരാന്റെ ഉമ്മാക്ക് ഭ്രാന്തായെങ്കിൽ ഞങ്ങൾക്ക് എന്തേ? ഞങ്ങൾക്ക് ചിരിക്കല്ലേ? ഞങ്ങൾക്ക് കല്ലെടുത്തെറിഞ്ഞ് കുസാളാക്കല്ലേ? ഞങ്ങൾ തമാശാക്കാനും ഫിത്തനാക്കാനും തന്നെയല്ലേ? നല്ലോണം ഫിത്തനാക്കുന്ന ആരറിഞ്ഞ? ആര്? ഭയങ്കര ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് ഫിത്തനാക്കുന്ന ആര്? 5 നേരം നിസ്കാരമുള്ളൂ. എല്ലാവരും അല്ല. ഓന്റെ വിചാരവും നല്ല ആള്. പിന്നെ ഓന്റെ നാവിന് ലൈസൻസ് ഇല്ല, ഓന്റെ മൂക്കിന് ലൈസൻസ് ഇല്ല, എല്ലാം എണ്ണും തന്നെ. മുക്രിയോണ്ടോ ഖത്തീബോണ്ടോ. ഇങ്ങനെ സെക്രട്ടറി, അങ്ങനെ പ്രസിഡന്റ്, മുന്നത്തെ കമ്മിറ്റി, ഇപ്പത്തെ കമ്മിറ്റി, മാജി മൂജി. ഓന്റെ വിഷയമേ ഇങ്ങനെ. ശരിക്കണ്ട, ശരിക്കും വിഷയം നല്ലത് ചിന്തിക്കണ വിഷയ. നിസ്കാരമുള്ളവർ ചില ആൾക്കാർ വഴിതെറ്റുമ്പോ അത് വലിയ ബേജാറിന്റെ വിഷയമാണ്. അവർ നല്ലവരല്ലേ? അവർ സ്വാലിഹീങ്ങളല്ലേ? അവർ ഭക്തന്മാരല്ലേ? അവർ എല്ലാം കൊണ്ടും അവരെ നാവിനെ, കണ്ണിനെ, കാതിനെ നിയന്ത്രിക്കേണ്ടവരല്ലേ? നീ നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നിന്റെ ഇബാദത്ത് നാളെ കാണല. ഹബീബായ റസൂലുള്ള ചോദിച്ചല്ലോ, സഹാബത്തിനോട് ചോദിച്ചല്ലോ, സഹാബാ അതദറൂന വൽ മുഫ്ലിസ്, 5 പൈസക്ക് ഗതിയില്ലാത്തോ 6 എന്ന് കൊന്തുണ്ടാ? റസൂലുള്ളാന്റെ ചോദ്യം. അതദറൂന വൽ മുഫ്ലിസ്, ഒരണ ഗതിയില്ലാത്തോ 6, 5 പൈസ 3/4 കയ്യിലില്ലാത്തോ 6 എന്ന് കൊന്തുണ്ടാ? അപ്പോ സഹാബത്ത് പറഞ്ഞു, മല്ലാ ദീനാറ വലാ ദിർഹം, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദീനാറ വലാ ദിർഹം. നബിയെ, 5 പൈസ ഇല്ലാത്തോ 1/4 ഇല്ലാത്തോ ചെന്നെങ്കിൽ കയ്യിൽ കാശില്ലാത്തോ പിന്നാറ്. കയ്യിൽ പൈസ ഇല്ല, അക്കൗണ്ടിലില്ല, ഗൂഗിളില്ല, ഫോൺ പേ ഇല്ല, എന്തും ഇല്ല, അവനെ മുഫ്ലിസ്. പിന്നാർ നബിയെ? അപ്പ റസൂല് പറഞ്ഞു, അല്ല അൽ മുഫ്ലിസു മൻ യഅതി യൗമൽ ഖിയാമ. മുഫ്ലിസ് പാപ്പറായവോ ഒരു അണ പോലും ഗതിയില്ലാത്തവോ എന്ന് പറഞ്ഞെങ്കിൽ ആരറിയാ? ഒരുപാട് നിസ്കാരങ്ങളും ഓത്തുകളും ബൈത്തുകളും പ്രസംഗിച്ചിട്ടും പ്രസംഗം കേട്ടതുമായിട്ട് നാളെ ആഖിറത്തിലവൻ വരും. പക്ഷേ അവന്റെ 7 കിതാബ് ഫുള്ളോട്, അവന്റെ 7 കിതാബ് ഫുള്ളാണ്.
നല്ലോണം നിസ്കാരമുണ്ട്, നല്ലോണം ഓത്തും ബൈത്തുമുണ്ട്, നല്ലോണം ദാനധർമ്മം ചെയ്തിട്ടുണ്ട്, നല്ലോണം പ്രസംഗിച്ചിട്ടുണ്ട്, നല്ലോണം വയല് കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ എത്തിയിട്ടാകുമ്പോ ഓരോരുത്തർ ബാക്കിൽ വന്നിട്ട് അല്ലാഹുവോട് പറയും, പടച്ച റബ്ബേ വഖദ് ശതമ ഹാദാ, ഓൻ എന്നെ ചീത്ത പറഞ്ഞിരാ. ദുനിയാവിൽ ഞാൻ ആ പള്ളിയുടെ സൈഡിൽ ഇങ്ങനെ കർബല കമ്പൗണ്ടർ സൈഡിൽ പോകുമ്പോഴത്തേക്കോ നണ്ട് നോക്കിയിട്ടേ കാളി ചൊട്ട മോണോന്ന് നണ്ട് വിളിച്ചിറാ. അപ്പൊ അല്ല പറയും, ബായില്ലേ ബേജാറാക്കണ്ട, വാ, അവിടെ നിനക്ക് എന്തോ ഒരു പിള കൊടുക്കായിട്ടില്ലല്ലേ, നീ കൊടുത്തിട്ടില്ലല്ലേ, വാ ബേജാറാക്കണ്ട വാ എന്നും പറഞ്ഞിട്ട് ഓന്റെ നിസ്കാരത്തിന്റെ കെട്ടിന്ന് ഒരു 75-80 കെട്ടെടുത്തിട്ട് അല്ല ഓണക്ക് കൊടുക്കും. അവൻ ഭയങ്കര ഹാപ്പിയായ മാഷാ അല്ലാ. അവൻ പറഞ്ഞ എന്താക്കണം അവിടെ കൂടെ നോക്കൂല, കെട്ടേ എടുത്തിട്ടല്ല കൊടുത്ത അവൻ പോയാ. അങ്ങനെ പോയിട്ട് അവൻ പോകുമ്പോ പിന്നെ എടുത്തിപ്പുറത്തല്ല വന്ന റസാക്ക് പടച്ചോനെ ഓനാണ് പള്ളി നിസ്കരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും എന്റെ പറ്റി അവൻ ദൂരെ ചൊന്നറ, ആരെ കമ്മിറ്റിക്ക് എടുത്തു അവന്റെ കമ്മിറ്റിക്ക് എടുക്കണ്ട, കമ്മിറ്റിയോടെ ചൊന്നറ എന്തിനും കേട്ടാ അങ്ങ് ചൊന്നന്തരം വന്നിട്ടുണ്ട്, എന്ത് കമ്മിറ്റിക്ക് എന്ത് എടുക്കണ്ട എന്ന് കമ്മിറ്റി രംഗം കേൾക്കുമ്പോഴത്തേക്കും അവൻ ചൊന്നന്തരം വന്നിട്ടുണ്ട്. കാരണം അവൻ പണ്ട് 1978 വാച്ച് കെട്ടിട്ട് മുംബൈക്ക് പോയിരുന്നു. ഏപ്പാ പണ്ടില്ലേ ബനു ഇസ്രായേലിന്റെ കാലത്ത് പണ്ട് വാച്ച് കെട്ടിട്ട് പോയാൽ ശരിയേ. അതിന്റെ പിന്നെ ഈ ചങ്ങ എത്ര നല്ലതാക്കി റോഡ്, എത്ര വട്ടം ഉംറക്ക് പോയിനാ, എത്ര വട്ടം റബീൽ ലെവലിലെ കിതാബ് ബുക്കല്ല കൊടുത്തറ കിടാക്കക്ക് മക്കൾക്ക്, എത്ര നിസ്കാരം നിലപാടെല്ലാം ഉണ്ട്, എല്ലാം ചേഞ്ച് ചെയ്താ എല്ലാ ചങ്ങായി മറന്നറ്, അല്ല പുറത്തുറു അല്ല മറന്നറ്. ആയെങ്കിലും ഞങ്ങളെ കമ്മിറ്റിന്റെ റസാഖാജി മറന്നിട്ടില്ല. ഇവിടെ റസാഖാജി ഇല്ലല്ലേ? ഉണ്ടാ? അല്ല കാത്ത് അൽഹംദുലില്ലാഹ്. ഉണ്ടാ അജാർ? അല്ല അല്ല മറന്നു ദേവറ് കൊട്ടറു പൂജാരി വീടാൻ ചൊന്ന് കേട്ടിട്ടില്ല നിങ്ങ? അല്ല മറന്നെങ്കിലും മനുഷ്യന്മാർ മറക്കുന്നില്ല. അവൻ വാച്ച് കെട്ടണ വാങ്ങണാക്കിന ഇങ്ങനെ ആക്കിന അതിന് മറക്കണോ? അല്ല മറന്ന് പിന്നെ നിനക്കെന്താ പറഞ്ഞെങ്കില് അല്ലാക്കില്ലാത്ത വേജാറ് നിൽക്കുന്നതിന്. നമുക്ക് മനുഷ്യനെ എണ്ണണോ, ഓനെ പിടിച്ചിട്ട് കുലുക്കണോ, ഓൻ്റെ ഇങ്ങനെ എണ്ണിക്കൊണ്ടേ പോണോ എന്ന ഒരു കാര്യം ഓർത്തോ. നാളെ നീ എവിടെ വില കൊടുക്കേണ്ടി വരും. നാളെ ആഖിറത്തില് ഈന് നീ വിരല് കടിക്കേണ്ടി വരും. അവന്റെ നിന്റെ എല്ലാ നന്മകളും നാളെ അവരുടെ ലിസ്റ്റിലേക്ക് അല്ലാഹു മാറ്റി എഴുതും. എല്ലാം അങ്ങോട്ട് പോവും. പിന്നീട് നോക്കുമ്പോ ആയിരക്കണക്കിന് പേജുകളില് ലക്ഷോപലക്ഷം ആരാധനകളുടെ ലിസ്റ്റും നമ്പറും ഉണ്ടായിരുന്ന നിന്റെ ആ ഡയറിയില് ഇപ്പൊ നോക്കുമ്പോ എന്തു ഇല്ല, ഫുൾ എംപ്റ്റി, ഇൻബോക്സ് കാലേ. ഹുവൽ മുഫ്ലിസ്, അവനാണ് മുഫ്ലിസ്. എല്ലാം ഉണ്ടായിട്ടു ഇപ്പൊ ഇല്ലാത്ത പോലായ, എല്ലാം കൊണ്ടുപോയിട്ടു ഇപ്പൊ ഇല്ലാത്ത പോലായ, നല്ലോണം നിസ്കരിച്ചിട്ടും ഇപ്പൊ ഇല്ലാത്ത പോലായ, നല്ലോണം ഓതിയിട്ടും ഇപ്പൊ ഇല്ലാത്ത പോലായ, എങ്കിൽ അവനാണ് പാപ്പറായവനെന്ന് മുസ്തഫായ റസൂലുള്ളാഹ്, മുസ്തഫായ റസൂലുള്ളാഹ്, മുസ്തഫായ റസൂലുള്ളാഹ്. അതുകൊണ്ട് കണ്ണും കൽബും നാവും നല്ലോണം നിയന്ത്രിക്കണം. ഇരിക്കട്ടെ, മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഈ കഴിഞ്ഞ റജബ് മാസത്തിലാണ് മഹാനരുടെ ആണ്ട്. റജബ് 1-നാണ് മഹാൻ മരിക്കുന്നത്. ഇത് ഷാബാനല്ലേ? ഷാബാനല്ലേ? ഈ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, ലോകമറിയപ്പെട്ട അല്ലാഹുവിന്റെ വലിയാണ്. കിതാബുകളായ കിതാബുകളിലെല്ലാം മഹാനരെ പറ്റി മഹാന്മാർ എഴുതിയിട്ടുണ്ട്. ദീനിന്റെ ഉലമാക്കൾ, ദീനിന്റെ ആലിമീങ്ങൾ, ദീനിന്റെ പണ്ഡിതന്മാർ ഒരാള് പോലും ഹസനുൽ ബസരി തങ്ങളെ പറ്റി പറയാതെ പോയിട്ടില്ല. അത്രയും വലിയ മഹാനാണ്. സയ്യിദു താബിഈൻ എന്ന ആ സ്ഥാന പേരിൽ അറിയപ്പെട്ടയാള്. ആ മഹാൻ ഇത്ര കണ്ട് വലിയ ആളാവാനുള്ള പ്രധാന കാരണം എന്താ പറഞ്ഞാൽ, കുറേ ആണ്ട് ദർശോദിയതല്ല, കുറേ ഇബാദത്തെടുത്തതുമല്ല, ചെറിയൊരു ബർക്കത്ത് അയാൾക്ക് നല്ലോണം കിട്ടി. അതിന്റെ പവർ ഇയാൾ ഇത്ര വലിയ ആളെ. ഏതാണ് ആ ബർക്കത്ത്? അതായത് ഇയാൾ ആര് കൊന്തുണ്ടാ? ആര് എന്തായി? ഈ ഹസനുൽ ബസരി ആര് കൊന്തുണ്ടാ? റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യ ഉമ്മു സുലൈം മഹദിയുടെ വീട്ടിലെ ജോലിക്കാരിയാണ്, അടിമപ്പെണ്ണാണ് ഹസനുൽ ബസരി തങ്ങളെ ഉമ്മ. റാക്കിദോ എന്തോ പേര് ഞാൻ മറന്നുപോയി. ഇവരുടെ ഉമ്മ, ഹസനുൽ ബസരി എന്നവരുടെ ഉമ്മ മുസ്തഫായ നബി തങ്ങളുടെ ഭാര്യയുടെ അടിമപ്പെണ്ണാണ്, ജോലിക്കാരിയാണ്, സഹായിയ. നിങ്ങൾക്ക് പിടിയാവറല്ലേ? വേഗ പിടിയാക്കണം, ടൈമായി. അങ്ങനെ ഈ കിടാവിനെ പെറ്റപ്പോ, ഈ ഹസനുൽ ബസരി തങ്ങൾ ജനിച്ച സമയം
ആ കുഞ്ഞിനെ മുലപ്പാളെല്ലാം കൊടുത്തിട്ട് തൊട്ടിൽ ഉറക്കും. ചെറിയ പായി ചെറിയ നിലത്ത് വാല ഇട്ടിട്ട് ഇങ്ങനെ ഉറക്കും. എന്നിട്ട് ആ ഉമ്മ പണിയെടുക്കാൻ പോകും, തുണി കഴുകാൻ, പാത്രം കൊണ്ടുവരാൻ, വിറവ് കൊണ്ടുവരാൻ. അത് പണ്ടങ്ങനല്ലേ. പക്ഷെ ചില സമയത്ത് ആ ഉമ്മ അടിമപ്പെണ്ണ് പാത്രം കഴുകാനും ജോലിക്കും മറ്റും ആവശ്യത്തിന് പുറത്തു പോകുമ്പോൾ ഈ കിടാവ് ഉറക്കുന്നതാണ്. ഇച്ചിരി കരയും, പാലിന് വേണ്ടി കരയും, മുലപ്പാലിന് വേണ്ടി കരയും, ദാഹിച്ച് വിശന്നിട്ട് കരയുമ്പോ അന്നാ കിടാവിന് മുല കൊടുത്തവരാണ് ഹബീബായ നബി തങ്ങളെ ഭാര്യ ഉമ്മു സുലൈമാൻ. സമാധാനിപ്പിച്ചിട്ട് ഉറക്കി. ആ മുലപ്പാളിന്റെ വർക്കത്താണ് ഈ മഹാനർക്ക് ഇത്ര വലിയ ആളാവാനുള്ള കാരണമായത്. മഹാന്മാരെ വർക്കത്ത് ചെറുതല്ല. അത് സ്വീകരിക്കാനും അത് വിശ്വസിക്കാനും ഈമാന് വേണം. ചില ആൾമാർ കേട്ടോണ്ടാറ് പള്ളിയോടെ പോകുമ്പോ പത്ര് പേരോ ബെറുമ്പോ സീർണി അതെങ്ങനെ അല്ലേ അല്ലേ പോകുമ്പോഴത്തേക്ക് ഈത്തപ്പള ബറുമ്പത്തേക്ക് സീർണി അതെങ്ങനെ അത് പോയ ജാഗ അങ്ങനെമേ അത് പോയ ജാഗ അങ്ങനത്തതായെങ്കിലേ അതങ്ങനമേ ആയിട്ട് പണ്ടോ. പണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തില് ഒരു അരിയുടെ ഒരു സേറുണ്ടല്ലേ, അരി കോരിട്ടിടുന്ന പാത്രം. നിങ്ങെന്ത് പറഞ്ഞതിന്? പാവ്. പാവ് കാണാതായിനല്ല. അത് യൂസുഫ് നബി എന്നെ മെല്ലെ ഒരു ടെക്നിക്കൽ ഒരു ഐഡിയത്തിൽ അബ്ബനെ വറുപ്പാട്ട വേണമായിട്ട് ഒരു പണിയെടുത്തോ. പയ്യ നോക്കുമ്പോൾ അത് ഇളയന്റെ കയ്യില് ഇളയന്റെ ചീലല്ലേ ഉണ്ട്, അരിന്റെ ചീലല്. അപ്പൊ ഇളയനെ പിടിച്ച് ചോദ്യം ചെയ്തു, നിന്റെ ചീലല് ഞങ്ങളെ പാവുണ്ട്, നീ ഇവിടെ നില്ല്, നിന്റെ ബുഡ്ലാൻ. ആ മൂത്തമാർ അവിടെ ഭയങ്കര വിളിയായി തെളിയായി ഭയങ്കര ജോറായി. ഇല്ല രാജാവേ ബുഡണേ അവൻ്റെ. ഇല്ല ബുഡല്ലാൻ, ബുഡേ ഇല്ല, അവൻ കട്ടറ വിടണം. ഞങ്ങ അരി തന്ന, പഞ്ചസാര തന്ന, മളവ് തന്ന, ജണ്ട് ജോഡി ഡ്രസ്സ് തന്ന, എല്ലാം തന്ന പാവും കൂടി കട്ടങ്ങ് എന്താവും? ബുടാൻ വേണ്ടേ? ബുഡില്ല, നീ പറ. അങ്ങ് ഭയങ്കര റംപാട്ടാക്കിയാർ. എന്ത് വിഷയ? ഇല്ല രാജാവ് പ്ലീസ് രാജാവ്, കാരണം എന്താ വന്നുണ്ടാ, ഞങ്ങൾ ഇത്ര കൈയും കാലം ഞങ്ങൾ ബുഡിട്ടിയ ബുഡിലും പോണ്ട ഒടിക്കട്ടെ, ഞങ്ങൾ അങ്ങനെ ചൊല്ലട്ടിയ ബള്ളാരിക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ചൊല്ലട്ടിയ ഞങ്ങൾ ചൊല്ലാണ്ടിക്ക. കാരണ പണ്ട് ഇതേപോലെ നല്ലൊരു കിടാവ് അറിയാലേ യൂസുഫ് ഇന്ന ഞങ്ങൾ അബ്ബക്ക് അവൻ മരിച്ചിര. അവൻ ഇപ്പോഴും ഞങ്ങൾ അബ്ബക്ക് സമാധാനമില്ല. അയാൾ ഇപ്പോഴും അയാളെ വിശ്വാസം ഞങ്ങൾ വളരെ കൊന്നരമേ കൊന്നിട്ടൊന്നും ഇല്ല, കൊല്ലമെല്ലാം പണിയെടുത്തിടാറ്. ഇങ്ങോടെ കളയുണ്ട്. ഇത് സംഗതിയോട് യൂസുഫോടുമേ ഉണ്ട്. അത് വലിയ സ്റ്റോറി നിങ്ങൾക്ക് കൊണ്ടുണ്ടത് നാനാഭാഗത്ത് പോണില്ലിപ്പ ഏതു പാട്ട്. അപ്പൊ ഇനിയിപ്പോ ഈ കിടാവും ഇതേപോലെ കൂടെ കട്ടിട്ട് പിടിച്ചിരുന്ന അബ്ബക്ക് എന്താവും? അയാൾക്ക് ഓൾറെഡി കണ്ണേ കാണില്ല. ഞങ്ങളെ അബ്ബ ഓൾറെഡി വയസ്സനാണ്, കണ്ണിന് കാഴ്ചയില്ല. കണ്ണിന്റെ കാഴ്ച പോയത് കാട്ടം പാറിയിട്ടല്ല, പൊടി പാറിയിട്ടല്ല, തിമിരം ബാധിച്ചതല്ല, കൊറോണ വന്നതല്ല, മഞ്ഞപ്പിത്തം പിടിച്ചതല്ല. കാണാതായ മോമ യൂസുഫിനെ ഓർത്തിട്ട് കരഞ്ഞിട്ട് ഞങ്ങളബ്ബന്റെ കണ്ണിന്റെ കാഴ്ച പോയി രാജാവ്. അതുകൊണ്ട് രാജാവേ പ്ലീസ് രാജാവ്, ഈ മോനെങ്കിലും ഞങ്ങളൊട്ടിക്ക് കടത്തണോ? അപ്പൊ രാജാവ് പറഞ്ഞ് ഒക്കെ അങ്ങനത്തെ ഒരു യൂസുഫ് ഉണ്ടായല്ലേ നിങ്ങൾക്കല്ലേ, അത് ഇയാളെ അത് അങ്കുവന്നില്ലേ. നിങ്ങൊരു വിഷയമാക്കോറോ നാൻ വിടാ, നക്ക് അങ്ങനത്തെ ഗടിപിടിയൊന്നും ഇല്ല. നാനാൾ ഭയങ്കര അങ്ങനെ ഇതൊന്നുമില്ല. നിങ്ങൾ ഒരു പണി എടുക്കറോ, നിങ്ങൾ കുറെ ഫൈനും കെട്ടണ്ട, നിങ്ങൾ ജാഗന്റെ പട്ടയം കൊണ്ടുവരണ്ട, ജാമ്യത്തേക്ക് സ്റ്റേറ്റ് ബാങ്കിൽ പോയിട്ട് ഫയലും കൊണ്ടുവരണ്ട, നിങ്ങൾ അബ്ബനെ കൂട്ടിക്കൊണ്ട് പറയും. അപ്പൊ പറഞ്ഞാറ് അബ്ബക്ക് പറ ആരോഗ്യമില്ല, കണ്ണ് കാണില്ലേ. അപ്പൊ യൂസുഫ് നബി എന്താക്കി വന്നുണ്ടാ, ഇത് ഞാൻ എന്തൊക്കെ ചെന്നോ, ഇതെന്തൊക്കെ ചൊല്ലിപ്പോ നാണ് പള്ളിയറോടെ പോകുമ്പോ സീരണി അല്ല, പള്ളിയറോടെ പോകുമ്പോ പുറത്ത് വരുമ്പോ സീർണിയും ചെന്നിട്ട് ചില ആൾമാരും മഹാന്മാരുമായി ബന്ധപ്പെട്ട ആധാറുകള്, ഭക്ഷണങ്ങള്, തബറുക്കിന് തമാശാക്കുന്നവരുണ്ട്. ഓരറിയാൻ അവരോട് പറഞ്ഞു കൊടുക്കാൻ. ഇത് കേക്ക് വേഗം നോക്കൂ, ഇത് കേക്ക്. അങ്ങനെ യൂസുഫ് നബി പറഞ്ഞവരോട് നിങ്ങ അബ്ബനെ കൂട്ടിക്കൊണ്ടുവരി, വന്ന് ഞങ്ങൾ വിടാ, ഇളയനെ വിടാ. ബിന്യാമീൻ എന്നാണ് പേര്, ചെറിയ മോന്. ഏകദേശം യൂസുഫിന് പിന്നെ അതേ കോപ്പി, ബാപ്പാക്ക് ഭയങ്കര പിരിച്ചപ്പെട്ട ആള്, വിടാ അപ്പോ. അപ്പൊ അവർ പറഞ്ഞു ബാപ്പ വരാല, ബാപ്പ കണ്ണാണെന്നില്ല. അപ്പൊ യൂസുഫിന് എന്തൊക്കെ പറഞ്ഞ എന്തൊക്കെയാ നേരെ എഴുതിയിട്ട് ഫോൺ നമ്പർ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടു കാമത്തിന് നമ്പർ കൊടുത്തല്ല അബ്ബൻ അവിടെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അല്ലെങ്കിൽ മഞ്ജുനാഥ് ചെട്ടിക്ക് നമ്പർ കൊടുത്തല്ല, അല്ലെങ്കിൽ നേത്രാലയത്തെ കിടത്തിയല്ല. യൂസുഫിന് എന്തൊക്കെ അറിഞ്ഞ നിങ്ങളബ്ബന്റെ കാഴ്ച ക്ലിയർ ആവും എന്നും പറഞ്ഞിട്ട് മഹാനർ ധരിച്ച കമീസ്. ഖുർആനാണിത്. യൂസുഫ് സൂറത്തിലുണ്ട്. 111 ആയത്തുള്ള സൂറത്ത് യൂസുഫ് മറിച്ചാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണും. താൻ ധരിച്ച കമീസ് ഇതേപോലത്തെ കമീസ്
അതങ്ങ് എടുത്തോ, മാറ്റി 4 മടക്കാക്കിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിട്ട് അബ്ബ കിട്ടു കൊടുക്കണ, ഇത് കൊണ്ടുപോയിട്ട് നിങ്ങളെ ബാബ കിട്ടു കൊടുക്കണ. ബാപ്പാന്റെ കാഴ്ച ക്ലിയറാവും, നേത്രാലയത്ത് കൊണ്ടോണ്ട, ആർവികാമത്തിനെ കാട്ടണ്ട, പിന്നെ 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 തെങ്ങിൻ പൂക്കുലല്ലേ ബീത്തണ്ട, എല്ലാം ക്ലിയറാവൂ. കാജൽ തേക്കണ്ട, സുർമ ഇടണ്ട, എന്റെ കമീസ് കൊണ്ടുപോയിട്ടിട്ടങ്ങ് വയ്യാവൂ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവർ കൊണ്ടുപോയി, അവർ അങ്ങനെ ആ കമീസും കൊണ്ടുപോയിട്ട് ബാപ്പാന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ബാപ്പതാ ധരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട നേരം, അതല്ല, ആ മടക്കി തന്ന കമീസ് ഇങ്ങനെ മുഖത്തേക്ക് വെച്ചിട്ട് മണപ്പിച്ച നേരം കാഴ്ച ക്ലിയറായി, എല്ലാം ശരിയായി. അതങ്ങനെ ഓടുണ്ടായ കമ്മീസ് അവിടെ കത്തുമ്പോ മരുന്നായേ. നീ അല്ലോ പാട്ട് കേട്ടോ, ഓടുത്ത് പത്ര അവിടെ കത്തുമ്പോ സീർണയാ എന്തേ ഇരിക്കെന്തറിയോട്ടെ. ഇപ്പൊ നീ നോക്ക, നിന്റെ കമ്മീസ് ഒരു കൂരിട്ട് കടത്തോളൂ അവിടേക്ക്. അമ്മായി ഉണ്ടല്ലോ കണ്ണ കാണത്തൈമ, കുറെ മറന്നെല്ലാം എടുത്തറൈമ. നോക്ക, നിന്റെ കമ്മീസ് ഒരു ഊരിട്ട് കൊടു, ഉള്ള കണ്ണും പൊട്ടു. എന്നിട്ട് അതങ്ങനെ ശീർണയായോ, അതങ്ങനെ ഇങ്ങനെയായോ, അതിങ്ങണമേ, അത് നല്ലവരുടേതാണെങ്കിൽ അതിന് ബർക്കത്തുണ്ട്. അത് ഖുർആനാണ്. ഒരുപാട് കാലം ദുആരന്നിട്ട് കുട്ടികളില്ലാത്ത സക്കരിയ നബി എപ്പോഴും ദുആരക്കും, പഠിച്ചോനെ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അല്ലാഹ് നല്ലൊരു കിടാനതാ, ഒരു കിടാനതാ, സാലിഹായ ഒരു കിടാനതാ. എപ്പോഴും ദുആരക്കും. ദുആരുന്നിട്ട് വയസ്സായതല്ലാതെ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. പെണ്ണും കെട്ടീന്, പെണ്ണ് കെട്ടാടുത്ത് വരുന്നതിനല്ല, കാലി പ്രാർത്ഥന മാത്രം മതിയാവല്ല, അതിന്റെ കുറച്ച് പ്രവൃത്തികളെല്ലാം ഉണ്ട്, അതെല്ലാം ചെയ്യണോ. ഞങ്ങളവിടെ പള്ളിയിൽ ഒരാൾ ഇപ്പല്ല, കൊറോണക്ക് മുൻപേ എപ്പോഴും തറാവി നിസ്കരിച്ചിട്ട് എല്ലാവരും പോയെങ്കും ഇയാൾ പോണ്ടേ കാണില്ല. ഇയാൾ സൈഡിലോട് ബാദലിന്റെ അവിടെ കുന്തത്തേക്ക് സൈഡ് നിന്നിട്ട് എപ്പോഴും ദ്വാരക്കുന്നു. നല്ലൊരു മനുഷ്യൻ, എപ്പോഴും നിസ്കാരം, എപ്പോഴും പഠിച്ചവനൊരു കിടാവതാ സ്വാലിയായ മക്കളതാ ദ്വാരക്കുന്നത് കേൾക്കുന്നു. ഇയാളിങ്ങനെ ഇപ്പോഴും ദ്വാരക്കുന്നത് കാണുമ്പോൾ ഞമ്മക്കും ബേജാറായി. അങ്ങനെ വരുന്നതാക്കി വന്നുണ്ട്. മിത്ത റൂമുകളിൽ പോയി തറാവിയെല്ലാം കഴിഞ്ഞ് കമ്മീസ് കോട്ടെല്ലാം മാറ്റി, ഇനി മുത്തായത് നിറകവിച്ചല്ലേ. അപ്പൊ ഞങ്ങൾ ഉസ്താദ്മാർ ഒട്ടിക്കൊണ്ടെങ്കിൽ ഭയങ്കര കൊസി, ബാക്കി സമൂസെല്ലാം ഉണ്ടല്ലോ അവിടെ. അങ്ങനെ ഭയങ്കര തറാത്തൂരിൽ ഇങ്ങനെ ഇളിയുമ്പത്തു ഇയാൾ അവിടെ മേതു പറഞ്ഞുണ്ടോ. അപ്പം ഞാൻ നല്ല അടുത്തേക്ക് പോയിട്ട് ഞാൻ നേരെ കേട്ടെ, ഇയാൾ ദ്വാരക്കുതോ അങ്ങനെ പഠിച്ചോനെ സ്വാലിയായ മക്കളതാ അല്ല, അവൻ കുറെ ഇപ്പോൾ എത്ര വർഷമായപ്പോ അത്ര ബേജാറ് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ കേട്ടെ മംഗലായിട്ട് കുറെ വർഷമായി. അപ്പൊ അയാൾ ചൊന്നും തിരുന്നു മംഗലമേ ആയിട്ടില്ല, ഇതെന്ത് സെൻഡാക്രമ ബ്ലൂടൂത്തിലോ മംഗളാവട്ടെ ദ്വാരന്നത് കാര്യം ഉസ്താദ്. അതിന്റെ കുറെ ദുന്യവിയായ കുറെ കാര്യങ്ങളുണ്ട്. പ്രവൃത്തി വേണം, പ്രാർത്ഥനയും വേണം. നീ കൊണ്ടുപോയിട്ട് അവിടെ ജ്വല്ലറിന്ന് മേങ്ങിയ പൊന്നുണ്ടല്ലോ, അമ്മായിക്ക് കൊടുക്കാൻ മേങ്ങിയ പൊന്നിറ മാല, അതിനെ കൊണ്ടുപോയിട്ട് അവിടെ KSRC ബസ് സ്റ്റാൻഡ് അവിടെ മേലെ വെച്ചിട്ട് നീ ഔത്ത് പോയിട്ട് ഇതുവാർക്കറോ പഠിച്ചോനെ എന്നെ പൊന്നിനെ നീ കാക്കല്ല നടക്കല. നീ അവിടെ വെച്ചത്, നീ ബെക്കുന്ന ജാഗയിൽ വെച്ചിട്ട്, ജാഗ്രതയിൽ വെച്ചിട്ട്, പെട്ടിയിൽ വെച്ചിട്ട്, ബെക്കൻ്റെ അവിടെ വെച്ചിട്ട് പിന്നെ ഇത് വാർക്ക് പഠിച്ചോനെ നിന്റെ പൊന്നി നീ കാക്കല്ല. നീ ഇവിടെ ബസ് സ്റ്റാൻഡിൽ പബ്ലിക് മാങ്ങന്റെ കട്ടിൽ വെച്ചിട്ട് പഠിച്ചോനെ കാക്കല്ല എന്നെങ്കിൽ വീറപ്പം നാളെ കബർന്ന് വന്നിട്ട് കൊണ്ടുപോയിനെ. നിന്റെ പണി നീ എടുക്കണു, മുന്നേ നിന്റെ പ്രവൃത്തി മുന്നേ വേണോ, എന്നിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണോ. മുസ്തഫായ റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു സഹാബി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നു. അയാൾ കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ വരുന്നതാണ്. അയാൾ നേരെ സർറാന്ന് കുതിരപ്പുറത്ത് കഴിഞ്ഞ് എന്നിട്ട് ജുറാന്ന് പള്ളിൻ്റെ ഉള്ളക്ക് പോയി. അപ്പ റസൂല് കേട്ട് കുതിരനെ കെട്ടുന്നില്ലേ, അതിന്റെ വള്ളി കെട്ടുന്നില്ലേ, തിരിഞ്ഞിട്ടില്ലേന്ന് പോയ കാണുന്നു. അപ്പൊ അയാൾ പറഞ്ഞു, നബിയെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി സുജൂദിടാൻ വന്നതല്ലേ, ഞാൻ അള്ളാഹ്ക്ക് നിസ്കരിക്കാൻ വന്നതല്ലേ, എന്റെ ഒട്ടകത്തെ അല്ലാഹ് കാക്കേലേ, ഞാൻ അള്ളാഹ്ക്ക് നിസ്കരിക്കാൻ വന്നതല്ലേ, അല്ലാണ്ട് അമ്മായിക്ക് ജ്യൂസ് കൊടുക്കാൻ വന്നതല്ലല്ലേ, ഞാൻ അള്ളാഹ്ക്ക് സുജൂദിടാൻ വന്നാള്, അള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നാള്, പിന്നെ ഞാൻ എന്റെ ഒട്ടകത്തെ കുതിര കെട്ടണോന്നുണ്ട്, അതല്ല കാക്കേലേന്ന് കേട്ടപ്പോ മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, നീ നിന്റെ പണി ആദ്യം എടുക്ക, അതിനെ ഫസ്റ്റ് കെട്ടിട്ടിട്, എന്നിട്ട് അല്ലാഹ് ദുആരക്ക് പടച്ച റബ്ബേ എന്റെ വാഹനത്തെ കാക്കല്ല. ഇത് നീ പെട്രോളും വീത്താണ്ട് പഠിച്ചോനെ എന്നെ തലപ്പാടിക്ക് കൊണ്ടുപോകാൻ നടക്കുക. പെട്രോൾ വീത്ത് എന്നിട്ട് ദുആരക്ക് പഠിച്ചോനെ തലപ്പാടിയോളം പോട്ടല്ല. പെട്രോളെ വീത്തിട്ടില്ല,
അല്ല ഉസ്താദ് പെട്രോൾ ബീത്താണ്ട് അള്ളാഹ്ക്ക് കൊണ്ടുപോയാലേ എന്ത് വായാണ്ട് നിന്റെ ഇത്രക്കുള്ള ടാങ്കുള്ള പെട്രോളാ വലുത്. ഇത്ര വില ആകാശത്തിന് ഒരു തൂണോ ഒരു കുന്തമോ ഇല്ലാതെ മേലായ റബ്ബ് നിർത്തിനെങ്കിൽ പെട്രോൾ ഇല്ലാണ്ടും കൊണ്ടുപോവാൻ അള്ളാഹ്ക്ക് കഴിയും. പക്ഷേ ലോകത്തിനൊരു സെറ്റപ്പ് ഉണ്ട്, ഒരു സെറ്റിംഗ് ഉണ്ട്. അത് പഠിച്ചവൻ എങ്ങനെ ഇൻസ്റ്റാൾ ആക്കിന അതങ്ങനെ വേണം, അതങ്ങനെ വേണം. ഞാനിപ്പോൾ നിങ്ങൾ ദുർദ്വാരക്കല പഠിച്ചോനെ ഈ സഭിക്കറോ മാന്യ മഹാജനങ്ങളോ നിങ്ങളെ ഇങ്ങനെ ഏറ്റിട്ട് നേരെ ഉൾട്ട വെച്ചിറല്ലാന്ന് എന്തേ അള്ളാഹ്ക്ക് നടക്കലേ? അള്ളാഹ്ക്ക് ബായല്ലേ? ബായു. പക്ഷെ അങ്ങനെ ദ്വാരക്ക് തീറ ഹറാമാണ്. ആദത്തിനെതിരായി സംവിധാനത്തിനെതിരായി ദ്വാരക്കല് പാടില്ല. അത് അള്ളാഹ്ക്ക് കയ്യാഞ്ഞിട്ടല്ല, അത് ഒരു സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റ് ലാ തബ്ദീല ലി ഖൽഖില്ല ലാ തബ്ദീല ലി സുന്നത്തില്ല. ഖുർആനല്ലേ? അള്ളാഹ്വിന്റെ ആ സെറ്റിങ്ങിന് ആ ചര്യക്ക് മാറ്റമില്ല. അതങ്ങനെ പോവും. അവിടെ അള്ളാഹ്ക്ക് കയ്യാലേ, അള്ളാഹ്ക്ക് ആവേലേ, അള്ളാഹ്ക്ക് ബായേലേ, നീ ഇങ്ങടെ റട്ട കുലിക്കിട്ട് കാര്യമില്ല. അത് ബായാഞ്ഞിട്ടല്ല, അതിന്റെ സെറ്റപ്പ് അങ്ങടെ, അതിന്റെ കർമ്മങ്ങണ്, അതതിന്റെ ഘട്ടം പോലെ പോണം. ഇരിക്കട്ടെ. ഞാൻ എന്ത് പറഞ്ഞു, ഞാനോട് എത്തി ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു കണ്ട ആ ഉമ്മാന്റെ മുലപ്പാലിന്റെ വർക്കത്താണ് മഹാനൊരുത്തൊരു വലിയ ആളായത്. ആ മഹാനൊരു ദിവസം പണ്ട് കാലത്ത് നല്ല കിടാവായിട്ട് വളർന്ന കിടാവാണെങ്കിലും പിന്നീട് കുറച്ചെന്തായി, ബാല്യക്കാരെല്ലാം ആയിട്ടാകുമ്പോൾ കുറച്ച് റൂട്ട് മാറി. അതങ്ങനല്ലേ? നല്ലോർക്ക് പോലും കാള് തപ്പീന് അപ്പുറപ്പുറായിന് ജാറീന്. പിന്നെ ഞമ്മന്താവും? ഇത്രയെല്ലാം അനാചാരങ്ങൾ വേണ്ടാത്തരങ്ങളെല്ലാം സൗകര്യങ്ങളും കാണുന്നു എല്ലാം ഉണ്ട്. ഇപ്പൊ തെറ്റ് ഹറാമ് എതിരിൽ തന്നെ, പണ്ടത്തെ പോലല്ല. നാട്ടിൽ മെല്ലെ പോയിട്ട് നിൽക്കിയിട്ട് സ്റ്റേറ്റ് ബാങ്കിൽ പോയിട്ട് ദക്കല വാങ്ങിയിട്ട് അങ്ങനെ അങ്ങോട്ട് എത്തിയ വീട് തൊത്തിയ അവിടെ പോയാല നടുപ്പള്ളി പോയിട്ട് തന്നെ, നടുപ്പള്ളിക്കല്ല ഓമ്പര ഏടപ്പള്ളി അവിടേക്ക് അത്ര പേടിച്ചിട്ട് അവനക്ക് എന്തേ ഹറാമാണെന്നറിയോ, അത് ചെയ്യണമെങ്കിലും വലിയ റിസ്ക് ഉണ്ട് എന്ന് പറയും. പക്ഷെ ഇന്നതാ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ ഹറാമിയത്തും ഒരു എംബിയിലുണ്ടോ, എല്ലാ ഹറാമിയത്തും ഒരു ജീബിലുണ്ടോ, എല്ലാം കയ്യിലുണ്ട്, ഗീശലുണ്ട്, മൊബൈലിലുണ്ടോ. സൗകര്യമാണ്. ഇന്നത്തെ കാലത്തുള്ള ഏറ്റവും വലിയ ജിഹാദ് ഇതുപോലെയുള്ള ഹറാമിയത്തുകളെ മാറ്റി നിർത്തലാണ്, ഇതുപോലെയുള്ള വേണ്ടാത്തരങ്ങളെ മാറ്റി നിർത്തലാണ്, ഇതുപോലെയുള്ള വേണ്ടാത്തരങ്ങളിൽ നിന്നിട്ട് അല്ലാഹുവോട് കാവല് തേടലാണ്. ഇരിക്കട്ടെ. ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു ഒരു പെണ്ണിനെ കണ്ട നേരം അവളെ ബാക്കിൽ നിന്ന് നടക്കുകയാണ്. അവളെ കണ്ടപ്പോ പറഞ്ഞു, പെണ്ണ് നിന്റെ കണ്ണിൽ ഞാൻ മയങ്ങിപ്പോയി, നിന്റെ കണ്ണിന് എന്തൊരു ജേലാണ്, നിന്റെ കണ്ണിന് എന്തൊരു സ്റ്റൈല്. ഒരു പെണ്ണങ്ങ് നല്ലൊരു പെണ്ണ്, ദീനിയായ പെണ്ണ്. അവളങ്ങനെ നടന്നു പോകുമ്പോ സുന്ദരനായ സുമുഖനായ ബാല്യക്കാരനായ ഹസനുൽ ബസരി അതാ പിന്നാലെ നടക്കുന്ന കാണുന്ന. ഒരുപാട് സ്റ്റേറ്റുകൾ കഴിഞ്ഞിട്ട് പോലും അയാള് ബാക്ക് വരുന്ന കണ്ടപ്പോ ഹസനുൽ ബസരി പിന്നെയും ബാക്ക് ഇങ്ങനെ തുടരുന്നത് കണ്ടപ്പോ പെണ്ണ് തിരിഞ്ഞു നിന്നിട്ട് കേട്ട്, അല്ല ചെറുപ്പക്കാരാ, ആരാ നീ, എന്തോ വേണോ നിങ്ങൾക്ക്, എന്റെ ബാക്ക് ഇങ്ങനെ നടക്കണോ, നിന്റെ പിറവുകൾ എന്തൊക്കെ വന്നോണ്ടുള്ളാറ്. ആ സമയത്ത് ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞു, പെണ്ണ് എനക്ക് നിന്നെ ഭയങ്കര ലൈക്കായി, നിന്നെ വലിയ ഇഷ്ടായി, എനക്ക് നിന്നെ വേണോ, എന്ത് വേണമെങ്കിൽ ഞാൻ തരാ, എന്ത് വേണമെങ്കിൽ ഞാൻ തരാ, നിന്നെ കെട്ടണോ, നിന്നെ എനക്ക് ഭയങ്കര ഇഷ്ടായിന് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൂടിയത്. അപ്പൊ ആ പെണ്ണ് കേട്ട്, എന്റെ എന്നെ കുറെ ആൾ കണ്ടിനല്ല, നിങ്ങൾക്ക് മാത്രം എന്തേ എന്നെ അങ്ങനെ അത്ര ഒറ്റ സ്പോട്ടിൽ പിടിച്ചെന്തേ? അപ്പൊ ഹസനുൽ ബസരി പറഞ്ഞു, നിന്റെ കണ്ണ് നമ്മളെ മാധ്യമത്തിന്റെ കണ്ണ് മുഞ്ഞാന്ന് ഇത്ര വലിയ കുംഭമോളം നടക്കുമ്പോ ഭക്തിയുടെ ബാക്ക് തേടിയിട്ടല്ല ക്യാമറ പോയിനെ, മൊണാലിസന്റെ കണ്ണ് തേടിയിട്ട് അല്ലേ മുഞ്ഞാന്ന് അല്ലേ? ഇവിടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഒന്നും ഇല്ലേ? നിങ്ങന്താ അറിയാത്ത പോലെ ആക്കുന്നാറ്? ഇവിടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഒന്നും ഇല്ലം കൊണ്ടല്ല, പത്നത്തെ വാല് പോകണമെന്നല്ല, ജന്മയ്യാവും, വേഗം റെഡിയാവും. അതെല്ലാം ഉണ്ടെങ്കിൽ ഒരു 10 12 വേണ്ടി വരൂ. അള്ളാഹു കബൂലാക്കട്ടെ. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഭക്തി ഇതൊന്നും അല്ല, ആരാധന ഒന്നും അല്ല. ഇപ്പൊ ഇതിന്റെ ബാക്ക് യാ അല്ലാഹ് പപ്പറാസി പടകള്, മാധ്യമപ്പടകള്, ലാസ്റ്റിന് ആ പെണ്ണിന് വളയും മാലയോട് വലിച്ചെറിഞ്ഞിട്ട് നാട്ടിലൊക്കെ അവളെ ബാപ്പ പായിച്ചിടുന്നു, ഒരിക്കൽ പോയിടുന്നു. കാരണം അവളെ കണ്ണകത്തതാണ്. ഏതുമായിട്ടല്ലോ ആ പെണ്ണിനെ കാക്കട്ട്. ആമിയല്ലേ എന്റെ അള്ള കാക്കണ്ടേ, അവളൊരു പെണ്ണല്ലേ, അവളെ ആഖിറ സലാമത്താക്കട്ടെ, ഞമ്മ പിന്നെ നോക്കാം, അത് പിന്നെ ദ്വാരക്കാം അല്ലെ? അള്ളാഹു ഹിദായത്ത് കൊടുത്തെങ്കിൽ അവളല്ലാഹു ദുനിയാവിലെ കാക്കട്ടെ. കാഫറിന്റെ ദുനിയാവിന്റെ നന്മക്കും ഐശ്വര്യത്തിനും ദ്വാരക്കാം, തെറ്റില്ല. ഇരിക്കട്ടെ, നമ്മള് വിഷയതല്ല. എന്നാൽ ഇന്ന് ഈ പെണ്ണിന്റെ കണ്ണ് ഈ രീതിയിൽ മാധ്യമപ്പടകൾ കൊത്തിവലിച്ചെങ്കിൽ അന്ന് പിന്നെ ഹസനുൽ ബസരി ആക്കിയത് തെറ്റുണ്ട?
ഇല്ലല്ലേ? ഹസനുൽ ബസരി പറഞ്ഞു, നിന്റെ കണ്ണാണ് എന്നെ അടാതെ ആകർഷിച്ചത്, ഭയങ്കര ഐ ലൈക്ക് ഇറ്റ് യു, നിന്റെ കണ്ണെനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് എനക്ക് നിന്റെ പോകണം. ഈ പെണ്ണ് പറഞ്ഞ്, പ്ലീസ് അവിടെ നില്ലേ, ഞാൻ ഇപ്പം വരാം, ഓക്കെ ഞാൻ റെഡി, നീ ചെല്ലുന്ന എന്നും പറഞ്ഞിട്ട് പോയ പെണ്ണ് വീട്ടിലെത്തി. ഒരു 10-15 1 മണിക്കൂർ കഴിഞ്ഞിട്ട് മറ്റൊരു പെണ്ണ് ഒരു ടിന്നില് ഒരു പാത്രത്തില് തുണി ഇങ്ങനെ മൂടിയിട്ടെന്തോ കൊണ്ടുവന്ന്, കാണുമ്പോ എന്തോ മോര് കൊണ്ടുവന്ന പോലെ, ഗോവ അച്ചാറ് കൊണ്ടുവന്ന പോലെ, അതല്ല എന്തോ തേനോ നെയ്യോ കൊണ്ടുവന്ന പോലെ. പോയ പെണ്ണല്ല, വേറെ പെണ്ണ് അതേ വീട്ടിൽ നിന്ന് വന്നു. എന്നിട്ട് ആ പെണ്ണ് വന്നിട്ട് ഹസനുൽ ബസരി എന്ന ചെറുപ്പക്കാരന്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങളാണോ ഹസനുൽ ബസരി? അതെ. നേരത്തെ പോയ പെണ്ണിനെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടയാളാണോ നിങ്ങള്? അതെ. ആ കണ്ണില് ആകൃഷ്ടനായ മനുഷ്യനാണോ നിങ്ങള്? അതെ. എന്റെ ആ കണ്ണിന് നിങ്ങൾക്ക് അങ്ങനെ പിടിക്കാൻ കാരണം അത് എന്തോരം കണ്ണാണ്, അത് എന്തോരം ഇഷ്ടായി, അതുകൊണ്ടാണ് എനിക്ക് ആ പെണ്ണിനെ പിടിച്ചത് എന്ന് പറഞ്ഞപ്പോ പെണ്ണെന്ത് ചെയ്തറിയാ? കൊണ്ടുപോയ ടിന്ന് ആ പാത്രം ഇയാളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ആ പെണ്ണിന്റെ കയ്യിൽ തന്നതാണ്. ആ 2 കണ്ണും, ആ പെണ്ണിന്റെ 2 കണ്ണും ഈ കുപ്പിയിലുണ്ട്, നിങ്ങളെടുത്തോളൂ. അന്യപുരുഷന്മാരെ ഹറാമിലേക്ക് കൊണ്ടുപോകാൻ കാരണമായ കണ്ണ് അതെനിക്ക് വേണ്ടല്ലോ. അന്യപുരുഷന്മാരുടെ ഈമാനിനെ തെറ്റിപ്പിച്ച കണ്ണ് അതെനിക്ക് വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കണ്ണ് 2ഉം കുത്തിയെടുത്തിട്ട് ടിന്നിലാക്കിയിട്ട് നിങ്ങളടുത്തേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്, നിങ്ങളിത് സ്വീകരിക്കണോ. ഇത് കേട്ടപ്പോ ഹസനുൽ ബസരി തങ്ങൾ എന്താളിച്ചു പോയി. തെറ്റ് ചെയ്ത മനുഷ്യനാണെങ്കിലും ഈമാനുള്ള മനുഷ്യനാണ്. സാഹചര്യം അങ്ങനാക്കിയെങ്കിലും ഈമാനുണ്ട്. സാഹചര്യം അങ്ങനെ ചിന്തിപ്പിച്ചുവെങ്കിലും അയാൾക്ക് പേടിയുണ്ട്, ബേജാറായി. എന്നിട്ട് ആ പെണ്ണിനെ കാണാനും അപേക്ഷിക്കാനും ഓടി ആ പെണ്ണിന്റെ വീട്ടിലേക്ക്. സുബ്ഹാനല്ലാഹ്. വീട് നിറയെ ജനങ്ങളാണ്, പരിസരത്ത് മുഴുവനും ജനങ്ങളാണ്. ജനങ്ങളെയെല്ലാം വശത്ത് മാറ്റി വക്കത്ത് മാറ്റി സൈഡാക്കിയിട്ട് ഹസനുൽ ബസരി തങ്ങൾ ഉള്ളിലേക്കൊന്ന് തല നീട്ടി നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ചോര വാർന്നിട്ട ആ പെണ്ണ് ഈ ലോകത്തോട് മരണപ്പെട്ടിരിക്കുന്നു. മരിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ദുആ ഒന്ന് മാത്രമാണ്, അല്ലാഹ് എന്റെ ശരീരം കാരണമായി, എന്റെ കണ്ണ് കാരണമായി, എന്റെ ചേലി ചന്തം ഗ്ലാമർ കാരണമായി, എന്റെ അട്രാക്ഷൻ ഫിഗർ കാരണമായി ദുനിയാവിൽ ഒരാൾ ബെടക്കാവാങ്ങയാ, അത് എന്നെ കൊണ്ടുള്ള ഫിത്നയല്ലേ. അതുകൊണ്ട് റബ്ബേ, മറ്റുള്ളവരെ ഈമാന് തെറ്റിക്കുന്ന കണ്ണ് എനക്ക് വേണ്ടല്ലാ, നീ പൊറുക്കല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നാലോചിച്ച് നോക്ക്, ഈ കണക്കിന് ഞമ്മളെ കണ്ണി എപ്പോഴേ പൊട്ടിക്കണേ അല്ലേ? ഞമ്മ സ്വപ്നം പോകുന്നതിന് ഇങ്ങനല്ലേ, ഇങ്ങനെ കൊട്ടക്കണ്ണ് മറിച്ചിട്ട് ഇങ്ങനെ. എന്തിനീ വൈകുന്നേരം ആ കോളേജിൻ്റെ അവിടെ തന്നെ ബൈക്ക് പിടിച്ചിട്ട് പോകുന്ന ചെക്കന്മാർ എത്ര ആളുണ്ട്? ആ ടൈമിന് 3:10 സുബൈക്ക് 9:10 ഇതർ ഗയാ ഉദർ ഗൈ ക്യോ. പോന്ന പോക്ക് വിചാരിക്കണോ ജപ്പിലേക്ക് ജെല്ല് കൊണ്ടുവരാൻ പോന്നോന്ന്. ഇത് ജപ്പിനെ പോക്കർക്ക് ജെല്ല് കൊണ്ടുവരാൻ പോന്നതല്ലേ, ഓടെ ബായ് വളരി നിങ്ങൾ നോക്കാൻ പോന്നെ. ഹറാമല്ലേ അത്, ചിരിക്കാൻ പറയുന്നതല്ലേ. കണ്ണ് സൂക്ഷിക്കണം, കാത് സൂക്ഷിക്കണം. മാത്രമല്ല ഒരു കാര്യം ഓർത്ത് വെച്ചോളൂ, കൂടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഹറാം ഇങ്ങനെ വരുമ്പില്ലേ, ഈ ഞങ്ങൾ റിയൽ ലൈഫില്ലേ, മംഗലം കഴിഞ്ഞിട്ടുള്ള ഭാര്യ ഭർത്താക്കളായിട്ടുള്ള ജീവിതം, മക്കള് ഉമ്മ ബാപ്പായിട്ടുള്ള ജീവിതം, അവിടെയെല്ലാം ബർക്കത്തും അല്ലാഹ് കുറക്കും തെറ്റ് കൂടുതൽ വരുമ്പോ. ഒന്നോ രണ്ടാമത് കുറെ ഹറാമിയത്ത് വരുമ്പോ ഞങ്ങൾ ആയുസ് അല്ലാഹ് കുറക്കും. കണക്കിലേറെ ഹറാമിയത്ത് ചെയ്യുമ്പോ ആയുസ് അല്ലാഹ് ഷോർട്ടാക്കും. നീ ഇങ്ങനെ പാറണ്ട, മതി മതി, ആയുസ് അല്ലാഹ് കുറക്കും. റിയൽ ലൈഫില്, യഥാർത്ഥ ലൈഫില്, ശരിയായ ജീവിതത്തില് നിനക്കല്ലാഹു ബർക്കത്ത് കുറക്കും. ഖാല റസൂലുള്ളാഹ്. അതുകൊണ്ട് ജീവിതം നന്നാക്കുക, യുവത്വ പ്രായം നന്നാക്കുക. ഇൻഷാ അല്ലാഹ് റമളാനാ വരാൻ പോകുന്നത്.
കാലം കണ്ട ഏറ്റവും നല്ല നാള്, ലോകത്തിന് തന്നെ അല്ലാഹു സമ്മാനിച്ച ബർക്കത്തിന്റെ നാള്, നരകത്തിന്റെ വാതിൽ മുഴുവനും അടക്കപ്പെടുന്ന നാള്, സ്വർഗത്തിന്റെ വാതിൽ മുഴുവനും തുറന്നു വെക്കപ്പെടുന്ന നാള്, 1000 മാസത്തിനേക്കാളേറെ ശ്രേഷ്ഠമായ ഒറ്റ ഒരു രാത്രിയുള്ള നാള്, മാത്രമല്ല ഫർളായ അമലുകൾക്ക് 70 ഫർളിന്റെ കൂലി കിട്ടുന്ന നാള്, സുന്നത്തായ അമലുകൾക്ക് ഫർളിന്റെ കൂലി കിട്ടുന്ന നാള്. അല്ലേ അല്ലേ? അങ്ങനെ അതാണ് റമളാൻ. ലൗ യഅലമുൽ ഇബാദു മാ റമളാൻ ലതമന്നതു ഉമ്മത്തി അൻ തകൂന സനതു കുല്ലുഹാ റമളാൻ. റമളാൻ എന്ത് ഏത് നങ്ങാനും എൻ്റെ സമുദായം മട്ടം പോലെ കർമ്മം പോലെ അറിഞ്ഞിനെങ്കിൽ കാലം മുഴുവനും റമളാൻ ആവട്ട് അള്ളാഹ് നാശിക്കെട്ടിയായിന്, ആഗ്രഹിക്കെട്ടിയായിന്. പക്ഷെ റമളാന്റെ മഹത്വ, ഗൗരവ, ആദരവ്, ശ്രേഷ്ഠത്തെ അറിയാത്തത് കൊണ്ട് അങ്ങ മാസ പുറക്കറ മുന്നോലെ കേട്ടോണ്ടല്ല അറിയിക്കുറി ഫെർന്നപ്പാൻ. റമളാന്റെ ഗൗരവം ആദരവ് അറിഞ്ഞെങ്കിൽ ഇത് കേൾക്കാനത്ത് മാത റമളാന്റെ കണ്ടിട്ടില്ല. ഇനി റമളാന്റെ കണ്ടെന്ന് വെച്ചോ ഉസ്താദ് റമളാൻ ഒന്നിൻ്റെ തറാവി കഴിച്ചിട്ട് പോകുമ്പോഴത്തേക്കു ഓൻ്റെ ഇത് ഒരു ബ്രോ ചങ്ക് ബ്രോ ഹലോ ക്യാ എന്തല്ല ഹലോ ഉസ്താദ് ഈ കുറി 29 30 ഒന്നേ തീർന്നിട്ടില്ല. അപ്പോ ഇവിടെ ഈ കുറി പെരുന്നാള് ചൊവ്വാസമ തിങ്കളാസമ. ഈ ചോദ്യം ബണ്ടെന്തോ ഒന്നുണ്ടാ എങ്ങനെങ്കിൽ ഇത് വന്നിട്ടായിപ്പോയി. ഏത് ഏത് റമളാന് ഇതിപ്പോ എങ്ങനെ കുറി തീരണു, ഇത് ജമ്പെടുത്തെങ്കിൽ തീരുവാ. അപ്പൊ ഇങ്ങനെല്ലാം ആക്കിയിട്ട് എന്തേത് അങ്ങനെ ചിന്തിക്കുന്നേ? അത് റമളാൻ എന്ത് നമുക്ക് അറിഞ്ഞിട്ടില്ല. നമുക്ക് റമളാൻ എന്ത് തീറ്റി കൂടി ഇല്ല ഉസ്താദ്, ഞാൻ കുടിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ തിന്നിട്ടില്ലേ. എന്ത് നീ ഷോട്ടാക്കിയേ? വാട നീ ഷോട്ടാക്കി റമളാനില്? ഇല്ല ഉസ്താദ്, ഞങ്ങൾ 10 മണിക്ക് ഉച്ചക്ക് തിന്നിട്ടില്ലല്ലേ. അതിന്റെ ഡബിൾ നീ തിന്നിട്ട വേറെ ടൈം 1 മണിക്ക്. സ്വബൈകത്തെ 8 മണിന്റെ നാഷ്ട നീ 4 ഗಂಟೆಗೆ ಹಾಕಿರೆ. ഉച്ചകത്തെ ചോറു നീ മോന്തിക്ക് നോമ്പറന്ന പാട് വെച്ചേ. എപ്പോഴത്തത് ജാ 9 ഗಂಟೆದು മുത്തായന്നാക്കിയ. പിന്നെ വാട നീ ഷോട്ടാക്കിയ. അത് നീ എന്ത് പുട്ടോ? ബെന്തതും ബേദാത്തതും പച്ചയും ചുവപ്പും ചുരുട്ടിയതും ചുരുട്ടാത്തതും അല്ല അല്ല. ഞങ്ങൾ നോമ്പ് ചെന്നെങ്കിൽ തീനി വള്ളി തീനി. കാല ചരിത്രങ്ങളും കഴിഞ്ഞകാല പാപങ്ങളും വന്നുപോയ തെറ്റുകുറ്റങ്ങളും അല്ലാട് ഏറ്റുപറഞ്ഞ് ഒരിറ്റി കണ്ണുനീറുറ്റിച്ച് അല്ലാട് ദുആരക്കുക. പടച്ചറബ് കാരുണ്യവാനാണ്, അള്ളാഹു ദയാലുവാണ്, ദുആരക്കാൻ കാത്തിരിക്കുകയാണ്. അവൻ പൊറുക്കുക എന്നത് ഇഷ്ടപ്പെടുന്നവനാണ്. തീർച്ചയായിട്ടും അള്ളാഹു പൊറുക്കും. നമുക്കല്ല പൊറുക്കട്ടെ ഇൻഷാ അല്ലാഹ്. എന്നെന്താണ് പരിപാടി? ഏലം മണി 10:15 കഴിഞ്ഞ് ഒന്ന് എടുക്കുക. ആരെങ്കിലും ഒരാൾ, ഒരു സംഘാടകർ ആരെങ്കിലും ഒരാൾ വരും. പ്രായമുള്ള ആൾ പോകണമെന്നില്ല, ഒരു ബാല്യക്കാർ ആരെങ്കിലും. വേം വരും സ്പീഡാക്കണം. ആരും എണീക്കണ്ട. 2 ഗಂಟೆ അള്ളാന്റെ സ്വർഗത്തിന്റെ തോപ്പിലും മലായിക്കത്തീങ്ങളെ ഇടയിൽ ദയിച്ച നിങ്ങ ഒരു 5 മിനിറ്റ് ഇൻഷാ അല്ലാഹ് ഇരിക്കണോ? നമുക്കൊന്ന് ദുആരക്കാം. ഇല്ല നിങ്ങൾ പിടിക്കണ്ട സാർ, വേറെ ആരെങ്കിലും കുടിക്കില്ല. അവർ പിടിക്കട്ടെ. നിങ്ങൾ ഇരിക്കും ശരി. ഇതിൽ തണ്ണിയ വെള്ളമുണ്ടല്ലേ? ഇപ്പൊ ഇരിക്കണ്ട. അതെ വേം വിളിക്ക്. ബിസ്മില്ല. മാഷാ അല്ലാഹ് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആൾ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ സദ്യ അല്ലാഹു കബൂലാക്കട്ടെ. ഒരു 10 വേം വിളിക്ക്. ലേറ്റാക്കണ്ട, വേം വിളിക്ക്. യാ അല്ലാഹ്. എത്ര 313 വന്നു. 313 വന്നു. 313 വന്നു. 313 2 313 3 കണയല്ല നാഫിയായ ഇൽമാക്കണയല്ല. പറഞ്ഞ എനിക്കും കെട്ടവർക്കും നീ ഉപകാരപ്പെടുത്തണയല്ല. ഞങ്ങളെ യുവസമാജത്തെ നീ ദീനിനും ഉമ്മത്തിനും ഉപകാരപ്പെടുന്നവരാക്കണേ തമ്പുരാന്. പടച്ചവനെ ഞങ്ങളുടെ നാട്ടിലുള്ള പള്ളി മദ്രസകൾ ദീനി സ്ഥാപനങ്ങൾ ഇതുപോലെയുള്ള നൽകാര്യങ്ങൾ ഖിയാമന്നാൾ വരെ നിലനിർത്തണേ അല്ല. നിന്റെ പൊരുത്തത്തിലായി, നിന്റെ ദായത്തിലായി, നിന്റെ ഇബാദത്തിലായി, സുന്നത്ത് ജമാഅത്തിന്റെ ഈമാനിലായി, മഹാന്മാരുടെ മഅയ്യത്തിലായി, സുഹബത്തിലായി, ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണം തമ്പുരാന്. എല്ലാ നിലക്കുള്ള ആഫാത്ത്, മുസീബാത്ത്, സിഹർ, കണ്ണീറുകളെ തൊട്ട്, ഷുഗർ, പ്രഷർ പോലെയുള്ള മാറാവ്യാധികളെ തൊട്ട്, ഹാർട്ട് അറ്റാക്ക്, ആക്സിഡന്റ് പോലെയുള്ള ദുരന്തങ്ങളെ തൊട്ട്, ഹാർട്ട് ബ്ലോക്ക്, കിഡ്നിൻ്റെത് പോലെയുള്ള രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ സലാമത്താക്കണം തമ്പുരാന്. ഈ പറയപ്പെട്ടവരെ കാക്കണം തമ്പുരാന്. പടച്ചവനെ ഞങ്ങളിലും ഞങ്ങളെ ഉമ്മ വാപ്പമാർ, ഭാര്യ, മക്കളെ മക്കൾ, സഹോദരി സഹോദരന്മാർ, കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, ഉസ്താദുമാർ, ഇഷന്മാർ, സഹപ്രവർത്തകർ, സ്നേഹിതന്മാർ, ദുആ കൊണ്ട് വസിയ്യത്ത് പറഞ്ഞിട്ടുള്ളവർ, ഇവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളവർ, ഇവിടെ വന്നുപെട്ട ഉമ്മ പെങ്ങന്മാർ, ഇവിടെ
സംഭാവന തന്നിട്ടുള്ളവർ, ഇവിടെ ഹദിയ ഏൽപ്പിച്ചിട്ടുള്ളവർ, എല്ലാവരിലുമുള്ള നല്ല മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. മുറാദ് ഹാസിലാക്കണേ അല്ലാ. മുറാദ് നിറവേറ്റി കൊടുക്കണേ അല്ലാ. കടങ്ങളെ വീട്ടിത്തരണേ അല്ലാ. പ്രയാസങ്ങളെ മാറ്റിത്തരണേ അല്ലാ. ഈമാനോടെ സലാമത്താക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ ദുആയുടെ, ഞങ്ങൾ ഓതിയ ഖുർആനിന്റെ, ഞങ്ങൾ കൊടുത്ത സദഖയുടെ എല്ലാ നന്മകളുടെയും പ്രതിഫലം, അതിന്റെ മിസ്ല് സവാബ് ഞങ്ങൾക്ക് നൽകുമ്പോൾ അണുമണി തൂക്കം പോലും കുറക്കാതെ കുറയാതെ ഞങ്ങളെ ഉമ്മാക്ക്, ഞങ്ങളെ വാപ്പാക്ക്, ഞങ്ങളെ പള്ളി മൈതാനിൽ മരിച്ചു കിടക്കുന്നവരിലേക്ക്, ഇവിടെ മറവിട്ട് കിടക്കുന്ന നിന്റെ മഹാന്മാരുടെ ഹദറത്തിലേക്ക്, എല്ലാ മുഅ്മിനാത്തുകളുടെ അർവാഹുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാന്. അവരുടെയും ഞങ്ങളുടെയും ഖബർ നീ സ്വർഗ്ഗപൂങ്കാവനമാക്കണേ അല്ലാ. ഇൽമുൻ നാഫിയെ ഏറ്റിത്തരണേ അല്ലാ. ഈമാനും ഹിദായത്തും ഇൽമുൻ നാഫിയും നീ ഏറ്റിത്തരണമല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഇസ്സത്ത് കാക്കണേ അല്ലാ. അല്ലാഹുമ്മ അസ്ലിഹ്നാ അസ്ലിഹ് ഉമ്മത മുഹമ്മദീൻ വർഗച്ചല്ലി അല്ലാഹുമ്മ അർഹംനാ വർഹം ഉമ്മത മുഹമ്മദീൻ. അല്ലാഹുമ്മ അൻസുർനാ വൻസുർ ഉമ്മത മുഹമ്മദീൻ. അല്ലാഹുമ്മ ആഫിനാ ആഫി ഉമ്മത മുഹമ്മദീൻ. അല്ലാഹുമ്മ അശ്ഫിനാ വശ്ഫി ഉമ്മത മുഹമ്മദീൻ. അല്ലാഹുമ്മ അലിഫ് ബൈന ഖുലൂബി ഉമ്മതി മുഹമ്മദീൻ. അല്ലാഹുമ്മ വഹിദ് ഉലമാ أمة محمدين. اللهم انصرنا وانصر أمة محمدين. اللهم أهلك أعداء أمة محمدين. اللهم فرق جماعة أعداء أمة محمدين. اللهم أد ديوننا وديون من نويناهم. اللهم أد ديوننا وديون من نويناهم وديون أمة محمدين. اللهم الطف بنا والطف بأمة محمد صلى الله عليه وسلم. ബഹുമാനികളെ, ടെൻഷന് കാര്യവും ബേജാറ്, കടങ്ങള്, സാള, ഇതെല്ലാം ഉള്ളവരുണ്ട്. എല്ലാം കരുതിക്കോളി. അള്ളാഹു എളുപ്പത്തിൽ സലാമത്താക്കട്ട്. അള്ളാഹു വിചാരിക്കാത്ത വഴിയിലൂടെ ഷിഫയാക്കി തരട്ട്. അള്ളാഹു റാഹത്തിന്റെ വഴിയിലൂടെ പൂർത്തിയാക്കി തരട്ട്.